51 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, നിർഭാഗ്യവശാൽ നിങ്ങളെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല. നിങ്ങൾ പലരും അധ്യാപകരും ഒരുപക്ഷെ ഭാവിയിൽ അധ്യാപകരുമാവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവരാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഇങ്ങനെയൊരു സാഹിത്യോത്സവം സംഘടിപ്പിക്കാനും അതിൻ്റെ ഭാഗമായി വായനയും ഭാവനയും ഒക്കെ ചേർന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എന്നെ കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. അപ്പോൾ ഈ അപരിചിതത്വം ഉണ്ട്, കാരണം ടെക്നോളജിയുടെ സാധ്യതകളെ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതിൻ്റെ പിറകിൽ പോലും അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഭാവന പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിശ്ചയമാണ്. ഭാവന എന്ന് പറയുന്നത് എന്താണ് എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിർവചനങ്ങൾക്കകത്ത് നിലനിർത്തുവാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ്. നിങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, അതിനിടയിലൊക്കെ കടന്നു പോകുന്ന ഏറ്റവും സജീവമായ ഒരു പ്രക്രിയയുടെ പേരാണ് ഭാവന എന്ന് പറയുന്നത്. മനുഷ്യവംശത്തിന് രണ്ട് കാര്യങ്ങളിലാണ് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട രീതിയിൽ ഉള്ള ഒരു ജൈവ ഗുണം കിട്ടിയിട്ടുള്ള ഒന്ന് ഭാഷ, പിന്നെ ഒന്ന് ഭാവന. ഭാഷയുടെ കൈകാര്യം ചെയ്യലിലൂടെയാണ് മനുഷ്യൻ സിവിലൈസേഷനെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുവന്ന് ലോകത്തിന്റെ മുന്നിൽ, പ്രപഞ്ചത്തിന്റെ മുന്നിൽ വലിയ ജൈത്രയാത്രയിലെ ഏറ്റവും വലിയ പോരാളി എന്ന രീതിയിൽ മനുഷ്യൻ ഇപ്പോഴും നിലകൊള്ളുന്നത്. അതുപോലെ ഒന്നാണ് ഭാവന. ഭാവിയെ കാണാൻ, മുന്നോട്ട് കാണാൻ, ഉള്ളതിനപ്പുറത്തേക്ക് കാണാൻ, കണ്ടതിനപ്പുറത്തേക്ക് കാണാൻ, അതിനെ മറ്റൊന്നാക്കി മാറ്റിയെടുക്കാനുള്ള അത്ഭുതകരമായ ഒരു സിദ്ധിയാണ് ഇമാജിനേഷൻ അഥവാ ഭാവന എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു സംസാരത്തിന്, ഇങ്ങനെയൊരു സംഭാഷണത്തിന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എന്തായിരിക്കണം പറയേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. വായനയെക്കുറിച്ച് ഇപ്പം നേരത്തെ സ്വാഗതം പറഞ്ഞ ആളൊക്കെ വായനയെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ വായനയുടെ ഒരു സാധ്യതകളെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളം പറയാൻ കഴിയും. അതിലുപരിയായിട്ട് വായനയിലൂടെ മനുഷ്യവംശം നേടിയ കരുത്ത്, ആ കരുത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനെ നിലനിർത്തുക, അതിനെ ഭാവി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രഹേളിക മനുഷ്യന്റെ മുന്നിലുണ്ട്. അതിനെ ഏതെല്ലാമോ തരത്തിൽ നിയന്ത്രിക്കാനുള്ള ചില സംവിധാനങ്ങൾ ലോകത്തിന്റെ ആദ്യകാലം തൊട്ട് തന്നെ, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ പിറവിയെടുത്ത കാലം തൊട്ട് തന്നെ ഉണ്ടായിട്ടുമുണ്ട്. അതാണ് മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി സംസാരിക്കാനും സ്വതന്ത്രമായി മുന്നേറാനുമുള്ള കഴിവിനെ തടയിട്ടുകൊണ്ട് ഭരണകൂടങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അധികാരി വർഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഭാവനയും അല്ലെങ്കിൽ ഭാവനയുടെ ഭ്രമണപഥത്തിന് അതിരുകളുണ്ടോ എന്ന ഒരു വിഷയത്തിലേക്ക്, അത്തരത്തിലുള്ളൊരു ചിന്തയാണ് എന്നെ എത്തിച്ചത്. വായന എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തത് എന്ന ഒരു വലിയ ചോദ്യം എപ്പോഴും നമുക്കൊക്കെ മുന്നിലുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുള്ള ഒരു കഥയുണ്ട്. അത് പറയുമ്പോഴാണ് അത് വായന എന്താണ് വായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ പുസ്തകം, വായന, എഴുത്ത് എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് കടന്നു വന്നത് എന്ന് മനസ്സിലാകും. അത് താരാശങ്കർ ബന്ദോപാധ്യായ എന്ന് പറയുന്ന ബംഗാളിലെ വളരെ പ്രസിദ്ധനായ ഒരു നോവലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം എഴുതിയ ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ഒരു മഹത്തായ നോവൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ടാഗോറിന് ശേഷം ഒരാൾക്ക് നോബൽ സമ്മാനം കിട്ടേണ്ടിയിരുന്നുവെങ്കിൽ അത് താരാശങ്കറിനാണ്, ആരോഗ്യ നികേതത്തിന്റെ പേരിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു മശായി കുടുംബത്തിന്റെ കഥയാണ്. മശായി കുടുംബം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ നാടി പിടിച്ച്, കൈയുടെ നാടി പിടിച്ച് ആ വ്യക്തിയുടെ രോഗവും അയാളുടെ രോഗത്തിന്റെ വ്യാപ്തിയും ഒരുപക്ഷെ മരണം അയാളിലേക്ക് എത്ര അകലെയാണ്, എത്ര വേഗം മരണം അയാളിലേക്ക് കടന്നു വരുമെന്നൊക്കെ നിശ്ചയിക്കുന്ന ഒരു പ്രത്യേകതരം ആയുർവേദ സിദ്ധിയുള്ള ഒരു വൈദ്യ കുടുംബം. ഈ കുടുംബത്തിന്റെ ക്ലിനിക്കിന്റെ പേരാണ് ആരോഗ്യ നികേതനം എന്ന് പറയുന്നത്. ജീവൻ മശായി എന്ന് പറയുന്ന ഒരു മുഖ്യ കഥാപാത്രവും അദ്ദേഹത്തിന്റെ പിതാവ് ജഗത് ബന്ധു മശായി. പാരമ്പര്യമായിട്ട് ഒരു ആയുർവേദ ചികിത്സ, ഈ നാഡീ ചികിത്സ ചെയ്തു വരുന്ന വ്യക്തികളാണ്, കുടുംബമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ മശായി കുടുംബം നാടി പിടിച്ച്, അവനവന്റെ തന്നെ നാടി പിടിച്ച്, ഈ പിതാവായ ജഗത് ബന്ധു മശായി തന്റെ നാടി പിടിച്ച് ഒരു ദിവസം തീരുമാനിക്കുകയാണ്,
തനിക്കിനി ജീവിക്കാൻ വളരെ കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ, മരണം അടുത്തെത്തിയിരിക്കുന്നു. അപ്പൊ മരണം അടുത്തെത്തിയാൽ സാധാരണ നിലയിൽ അവരൊക്കെ ചെയ്യുന്നത് ഗംഗാതീരത്ത് പോയി, അതൊരു പുണ്യ കർമ്മമായിട്ട് അവർ കരുതുകയാണ്, ഗംഗാതീരത്ത് വെച്ച് മരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ മകനായ ജീവൻ മശായിയോട് പറയുകയാണ്, മകനെ, ഇനി നമുക്ക് ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളൂ, നമുക്കൊന്ന് ഗംഗാതീരത്തേക്ക് പോയി അച്ഛൻ അവിടെ മരിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ഗംഗാതീരത്ത് പോയി എത്തുകയാണ്. അതിനുശേഷം പിന്നെ അവരുടെ മുന്നിൽ, അദ്ദേഹത്തിന്റെ മുന്നിൽ ഏകദേശം വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ, മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ മരണത്തിന്. അത് മനസ്സിലാക്കിയ അച്ഛൻ ജഗത്ബന്ധു മശായി ജീവൻ മശായിയോട് ചോദിക്കുകയാണ്, മകനെ, ഇനി നിനക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് അറിയാനുണ്ടോ എന്ന്. ഒരു മനുഷ്യൻ മരണത്തിന്റെ തൊട്ട് മുമ്പേ സ്വന്തം മകനോട് അല്ലെങ്കിൽ അടുത്ത തലമുറയോട് ചോദിക്കുകയാണ്, ഞാൻ അനുഭവിച്ചതും ഞാൻ അറിഞ്ഞതും ആയ അറിവിൽ നിന്ന്, എൻ്റെ മസ്തിഷ്കത്തിലെ ജ്ഞാനത്തിൽ നിന്ന് എന്തെങ്കിലും ഇനി നിനക്ക് ഞാൻ പകർന്നു തരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം. നോവലിനെ ഞാൻ അവിടെ ഉപേക്ഷിക്കുന്നു. ആ ചോദ്യമാണ് മനുഷ്യവംശത്തിന് മുന്നിൽ ഏതോ കാലത്ത് ആരോ ചോദിച്ച ഇങ്ങനൊരു ചോദ്യം. ആദ്യമൊന്നും മനുഷ്യരിങ്ങനെ അറിവിനെക്കുറിച്ചോ ജ്ഞാനത്തെക്കുറിച്ചോ ഒന്നും ധാരണയില്ലാതെ, മസ്തിഷ്കത്തിന്റെ കഴിവിനെ കുറിച്ചൊന്നും ധാരണയില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏതോ കാലത്തെ ഏതോ മനുഷ്യർ ഇങ്ങനെയൊരു ചിന്ത അവരിലേക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ നേടിയതും അറിഞ്ഞതുമായ അറിവ്, അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞതായ ആഹ്ലാദങ്ങൾ, ഇതൊക്കെ അടുത്ത തലമുറക്ക് പങ്കുകൊടുക്കാൻ എന്താണ് മാർഗം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു വഴിയായിരിക്കാം എഴുത്ത്, അല്ലെങ്കിൽ പറഞ്ഞുകൊടുത്ത് ആ അറിവിനെ, മസ്തിഷ്കത്തിന്റെ അറിവിനെ മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളത്. ഈ ഒരു പ്രോസസ്സിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് വായന അല്ലെങ്കിൽ എഴുത്ത്. പുസ്തകം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ആവിർഭാവ കഥയായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. ഇത് സാധിച്ചെടുത്തത് തൊട്ടാണ് മനുഷ്യവംശം ഏതെല്ലാമോ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടത്. അവിടെയാണ് നാഗരികതയും സംസ്കാരവും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. ഇതിനിടയിൽ മനുഷ്യർക്ക് മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർ തമ്മിൽ കിടമത്സരങ്ങൾ ഉണ്ടാവുന്നു. സംസ്കാരങ്ങൾ തമ്മിൽ, ഭരണകൂടങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ നാട്ടുകൂട്ടങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഗോത്രങ്ങൾ തമ്മിലൊക്കെ മത്സരം ഉണ്ടാവുന്നു. ആ മത്സരത്തിനിടയിൽ മറ്റൊരാളുടെ പ്രാപ്തിയെ ഏതെങ്കിലും രീതിയിൽ തടഞ്ഞു വെക്കുക എന്നുള്ള ആലോചനകളും ഒക്കെ വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആദ്യമായിട്ട് മനുഷ്യന്റെ അറിവിനെ അല്ലെങ്കിൽ അറിവ് നേടലിനെ തടയേണ്ടതുണ്ട് എന്ന തോന്നൽ അങ്ങനെ എപ്പോഴോ ആയിരിക്കും മനുഷ്യവംശത്തിന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പൊ ഏതായാലും മനുഷ്യവംശത്തിന്റെ വളരെ വിജയകരമായ ഒരു തേരോട്ടത്തിന് കാരണമായത് അവന്റെ ഭാഷയിലൂടെ അല്ലെങ്കിൽ അവന്റെ ഭാവനയിലൂടെ മുന്നോട്ട് പോകാനുള്ള, പലതും മനസ്സിൽ കാണാനും അതിന്റെ സാധ്യതകളെ പറ്റി ചിന്തിക്കാനും പലതിനെയും പ്രാവർത്തികമാക്കാനും സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതിന് ഇമാജിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വായനയും എഴുത്തും വന്നതോടുകൂടി അറിവ് സംരക്ഷിക്കപ്പെടുകയും അനുഭവങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അതിനെ പകർന്നു കൊടുക്കുകയും അതിനെ കൂട്ടിച്ചേരലുകൾ നടക്കുകയും അതിനെ പുതുക്കിപ്പണിയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മനുഷ്യവംശം ഇങ്ങനെ നീണ്ട ഒരു വലിയ ചരിത്രത്തിലൂടെ ഇപ്പോഴുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്ന് വേണം നമ്മൾ ധരിക്കാൻ. അപ്പൊ അനുഭവങ്ങളെ പൂർത്തീകരിക്കാനും അറിവുകളെ തുടർച്ചയുണ്ടാക്കാനും അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി മാറ്റിപ്പണിത് പുതുക്കിയെടുക്കാനുമുള്ള ഈ വ്യക്തിപരമായ സാധ്യതകളെ, അത് വ്യക്തിപരമായ സാധ്യതയാണ്, ആ വ്യക്തിപരമായ സാധ്യതകളെ നിലച്ചു പോവാതെ സൂക്ഷിക്കുക എന്ന വലിയൊരു ധർമ്മം ഏതെല്ലാമോ കാലത്ത് മനുഷ്യവംശം. ഇതിനെതിരെയുള്ള ഒരു വലിയ സമരം അല്ലെങ്കിൽ ഇതിനെ തകർക്കാനുള്ള ഒരു ശ്രമവും ഒരു ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയുള്ള ഇതിനെ എതിർക്കുക, ഇതിനെ തടയുക എന്ന് പറയുന്നതാണ് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള പ്രതിരോധമായി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമമായിട്ട് ലോക ചരിത്രത്തിൽ കണ്ടുവരുന്നത്. പെട്ടെന്ന് നമുക്കൊരു ഉദാഹരണം, അതുകൊണ്ടുണ്ടാവുന്ന എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം. നമുക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലോകത്തിൽ രണ്ട് കൊറിയകളുണ്ട്, സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും. രണ്ടിടത്തും വ്യത്യസ്തമായ ഭരണകൂടങ്ങളാണ്. ഒരിടത്ത് അമിതാധികാര പ്രയോഗത്തിലൂടെ ഒരു കുടുംബത്തിന്റെ ആധിപത്യം നിലനിന്നു പോകുന്നു, മറ്റിടത്ത് അങ്ങനെയല്ല. അത് നോർത്ത് കൊറിയയാണ് ഈ അമിതാധികാര പ്രയോഗത്തിലൂടെ നിലനിന്നു പോകുന്ന ഒരു രാഷ്ട്രം. അവിടെ സ്വാതന്ത്ര്യമില്ല. സൗത്ത് കൊറിയ ആകട്ടെ ധാരാളം സ്വാതന്ത്ര്യമുള്ള, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാനും വിമർശിക്കാനും വിമർശനത്തിന്റെ സഹിഷ്ണുതയോട് കേൾക്കാനും ഒക്കെ ഉള്ള ഒരു സാംസ്കാരികമായ തനിമ സൗത്ത് കൊറിയയിലുണ്ട്. നോർത്ത് കൊറിയയിൽ അതില്ല. ലോകത്തിന് മുന്നിൽ ഇന്ന് സൗത്ത് കൊറിയയാണ് ഏറ്റവും അധികം നമ്മുടെ ഈ ആൽബംസ്, സംഗീത ആൽബങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഓസ്കാർ ഒക്കെ കിട്ടുന്ന സിനിമകൾ പോലും സൗത്ത് കൊറിയയിൽ നിന്ന് വരുന്നുണ്ട്. നേരെ മറിച്ച് നോർത്ത് കൊറിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും സംഭവിക്കുന്നില്ല.
അവിടെ ഒരു കാര്യത്തിന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സൗത്ത് കൊറിയയെ വിമർശിക്കാനും ചീത്ത പറയാനുമുള്ള സ്വാതന്ത്ര്യം എന്ന് മാത്രമാണ്. കാരണം ഭരണകൂടം അത് മാത്രമേ ജനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ. രണ്ട് രാഷ്ട്രങ്ങൾ 5000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ചരിത്രമുള്ള രണ്ട് രാഷ്ട്രങ്ങളാണത്. ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ, അവർ പുരോഗതിയിലൂടെ വന്നെത്തി നിൽക്കുന്ന അവസ്ഥ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്വതന്ത്രമായ ആവിഷ്കാരങ്ങളിലൂടെ ഒരു സമൂഹം നേടിയെടുക്കുന്നത്, അതില്ലാതാവുമ്പോൾ ഒരു സമൂഹത്തിന് എന്താണ് നഷ്ടമാകുന്നത് എന്ന് വളരെ വളരെ വ്യക്തമാവും. ഇതിനെക്കുറിച്ചുള്ള ഒരു ലേഖനം ഈ അടുത്ത കാലത്ത് വായിച്ചപ്പോഴാണ് എനിക്ക് ഈ നിങ്ങളുമായി സംസാരിക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷം വായിച്ചപ്പോഴാണ് ഈ ഭാവനയുടെ ഭ്രമണപഥത്തിന്റെ അതിരുകളെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിക്കാനിടയായത്. ആവിഷ്കാരത്തെ അല്ലെങ്കിൽ സ്വതന്ത്രമായ ആവിഷ്കാരത്തെ സാധിച്ചെടുക്കുക അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും കൃത്യമായി നടക്കുന്ന ഒരു കാര്യമല്ല. അതിന്റെ പൂർണ്ണതയിൽ അത് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും സംശയിക്കുന്നുമുണ്ട്. ഏത് രാജ്യത്തിനും അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്താൽ പോലും ഇന്ത്യയിൽ ഏറ്റവും അധികം നമ്മൾ പ്രകീർത്തിക്കപ്പെടുന്ന ജനാധിപത്യവാദിയായ പുരോഗമനവാദിയായ ഒരു പ്രധാനമന്ത്രി, ഒരു ഭരണാധികാരി ഇന്ത്യക്ക് ആദ്യമായിട്ടുണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജവഹർലാൽ നെഹ്റു അറിവ് കൊണ്ടും വായന കൊണ്ടും പുരോഗമന ചിന്തകൾ കൊണ്ടും ശാസ്ത്രീയമായ വീക്ഷണം കൊണ്ടും ലോകത്തിന്റെ മുന്നിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ പോലൊരാൾ ഇന്ത്യയുടെ ഭരണാധികാരിയായി വന്നപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് ഈ രാജ്യത്ത് സ്വതന്ത്രമായ ആവിഷ്കാരത്തിന് പൂർണ്ണമായ അനുവാദം ഉണ്ടാകണമെന്നാണ്. അത് ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സ്വതന്ത്രമായ സംസാരം, വ്യക്തികളുടെ സ്വതന്ത്രമായ ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അനുവദിച്ചെങ്കിൽ മാത്രമേ ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകൂ എന്നുള്ളത് നെഹ്റുവിന് പൂർണ്ണമായും അറിയാമായിരുന്നു. അത്തരത്തിലുള്ള നെഹ്റുവിന്റെ കാര്യത്തിൽ രണ്ട് കഥ കേൾക്കാം. ഒന്ന്, നബക്കോവിന്റെ ലോലിത എന്ന് പറയുന്ന ഒരു നോവൽ, റഷ്യൻ അമേരിക്കൻ നോവലിസ്റ്റായ നബക്കോവിന്റെ ഒരു ലോലിത എന്ന് പറയുന്ന വളരെ പ്രഖ്യാതമായ ഒരു നോവലുണ്ട്. ആ നോവലിനെ കുറിച്ച്, ആ നോവൽ ഇറങ്ങിയപ്പോൾ ആ നോവലിനെ കുറിച്ച് ലോകമെമ്പാടും പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ വന്നപ്പോൾ ആ നോവൽ ഇന്ത്യയിലേക്ക് വരേണ്ടതുണ്ടോ, അതൊക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക. അപ്പൊ അത് ഇറക്കുമതി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നപ്പോഴേക്ക് അത് ചെയ്യേണ്ടതില്ല എന്ന് ചില ഉദ്യോഗസ്ഥന്മാരും ചില മന്ത്രിമാരും ഒക്കെ തീരുമാനിക്കുകയുണ്ടായി. അവസാനം ഇതിനെക്കുറിച്ചുള്ള ചിന്ത പ്രധാനമന്ത്രിയിലേക്ക് അടുത്ത് എത്തുകയാണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഇപ്പൊ നെഹ്റുവിനോട് മൊറാർജി ദേശായി, അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ആണ് പറയുന്നത്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിരോധിക്കേണ്ടതാണ്, ഇന്ത്യയിലെ ആളുകൾ വായിക്കേണ്ടതില്ല എന്നായിരുന്നു മൊറാർജിയുടെ തീരുമാനം. മൊറാർജി ഇത് നെഹ്റുവിന് വിടുകയാണ് അവസാനം. നെഹ്റു പറഞ്ഞത്, ഞാൻ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നാണ്. ഒരു പുസ്തകത്തിന്റെ നിരോധനത്തെ സംബന്ധിച്ചുള്ള ആവശ്യം ആ പുസ്തകം വായിച്ചതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്ന നാടാണിത് എന്ന് ഞാൻ പറയാനാണ് പറഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് ഒരു അവസരത്തിൽ നെഹ്റുവിന് പോലും ഇന്ത്യയിൽ ഒരു പുസ്തകം നിരോധിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ഏതെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അതിനെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നത് ഒബ്രി മേനൻ എന്ന് പറയുന്ന ഒരു അർദ്ധ ഇന്ത്യൻ എഴുത്തുകാരന്റെ രാമ റീടോൾഡ് എന്ന് പറയുന്ന കൃതി വലിയ വിവാദമായപ്പോഴാണ്. ആ പുസ്തകം രാമായണത്തെ മറ്റൊരു വ്യാഖ്യാനത്തിലൂടെ കൊണ്ടുവന്ന ഒരു സാഹിത്യകൃതിയായിരുന്നു. ആ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള വിമർശനങ്ങളും ഒക്കെ ഇന്ത്യയിൽ വളരെ സജീവമായി വന്നപ്പോൾ ഒടുക്കം നെഹ്റുവിന് പോലും ആ കൃതി ഇന്ത്യയിൽ നിരോധിക്കേണ്ടി വന്നു. അതിനായി അദ്ദേഹം ഭരണഘടനയിൽ പോലും ചെറിയ മാറ്റങ്ങൾ വരുത്തി. പൂർണ്ണമായ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന ഭരണഘടനയിലെ ആദ്യത്തെ ഒരു ഭരണഘടനാ ചട്ടങ്ങളിൽ ഭേദം വരുത്തിയത് ഇതിനു വേണ്ടിയാണെന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. 2-3 തരത്തിലാണ് സ്വാഭാവികമായിട്ടും ലോകത്ത് ആവിഷ്കാരങ്ങളെ അല്ലെങ്കിൽ സാഹിത്യകൃതികളെ, പുസ്തകങ്ങളെ ഒക്കെ നിരോധിക്കുന്നത്. ഒന്ന് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നതിന്റെ പേരിൽ, മറ്റൊന്ന് അശ്ലീല സാഹിത്യം എന്നതിന്റെ പേരിൽ, മൂന്നാമതൊന്ന് ഭരണകൂടത്തിന് അനിഷ്ടമായത്. ഇതിൽ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നതിന്റെ പേരിലാണ് നെഹ്റുവിന് രാമായണ റീടോൾഡ് നിരോധിക്കേണ്ടത്. അപ്പൊ മറ്റു പല കൃതികളും ലോകത്തിന്റെ ചരിത്രത്തിൽ മിക്കവാറും കൃതികൾ പലപ്പോഴും നിരോധിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയില നിരോധനം ഏർപ്പെടുത്തേണ്ടി വന്നിട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തേണ്ടത്. ഒരു കാലത്ത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ പല സാഹിത്യകൃതികളും അശ്ലീലത്തിന്റെ പേരിലും, ഇപ്പൊ ലോലിതയെക്കുറിച്ചുള്ള നബക്കോവിന്റെ ലോലിതയെക്കുറിച്ചുള്ള ആരോപണം അശ്ലീലമായിരുന്നു. DS ലോറൻസിന്റെ പുസ്തകത്തിനെ കുറിച്ചുള്ളതും അശ്ലീലമായിരുന്നു. അശ്ലീലത്തിന്റെ പേരിലാണ് മറ്റൊരു തരത്തിലുള്ള നിരോധനം പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടത്. മൂന്നാമത്തെ ഒന്ന് ഭരണാധികാരിക്കെതിരാണോ എന്നുള്ളത്. വളരെ ഫാഷിസ്റ്റ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിക്കുന്ന കൃതികളെ പല രീതിയിലും നിരോധിക്കുക എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. ഈ 3 തരത്തിലുള്ള നിരോധനങ്ങളാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്.
അശ്ലീലത്തിൻ്റെതിനെ അതിജീവിക്കുവാൻ ഇന്ന് ലോകത്തിന് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു കൃതി വളരെയധികം അശ്ലീലമാണെന്നതിന്റെ പേരിൽ ഒരു രാജ്യത്തും തന്നെ നിരോധിക്കപ്പെടുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മതവികാരത്തിന്റെ വ്രണപ്പെടലുകൾ ഇന്ന് മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു സവിശേഷതയാണ്. അതാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന്. കാരണം ഏതു രീതിയിലാണ് ആവിഷ്കാരങ്ങളെ, സാഹിത്യകൃതികളെ, കലയെ മതവികാരം വ്രണപ്പെട്ടു എന്നതിന്റെ പേരിൽ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ നിരോധിക്കുന്നത് എന്നുള്ളതാണ്. അതിനിപ്പോഴും കുറവ് വന്നിട്ടില്ല എന്നുള്ളത് വളരെ പകൽ പോലെ നമ്മുടെ ഒക്കെ മുന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും അവസാനം ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകം സൽമാൻ റുഷ്ദിയുടെ നൈഫ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ നോവലല്ല, അദ്ദേഹത്തിന്റെ അനുഭവം എഴുതിയ ഒരു കഥയാണ്. അത് എന്തിന്റെ പേരിലാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാതിരിക്കാം. 1989 അദ്ദേഹം എഴുതിയ സത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ഒരു നോവൽ ലോകമെമ്പാടും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. ആ നോവൽ അത്തരമൊരു നോവൽ ഇന്ത്യയിൽ നിരോധിച്ചത് വളരെ അതുപോലെ പുരോഗമനാശയക്കാരനായ രാജീവ് ഗാന്ധി ഭരണാധികാരിയായിരിക്കുമ്പോഴാണ്. രാജീവ് ഗാന്ധി ആ പുസ്തകം ഇന്ത്യയിൽ വരുത്തുന്നത് നിരോധിക്കുക വഴി, കസ്റ്റംസ് ആക്ട് വഴി നിരോധിക്കും. അങ്ങനെ സത്താനിക് വേഴ്സസ് ഇന്ത്യയിൽ കിട്ടാതെ ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ട് ആ പുസ്തകത്തിന് നിരോധനം ഏൽപ്പിച്ച ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതാണ്. പിന്നീടാണ് 1989 ഫെബ്രുവരിയിൽ അയത്തുള്ള ഖൊമാനി, ഇറാനിലെ ഇസ്ലാമിക നേതാവ്, ആ പുസ്തകത്തിനെതിരെ രംഗത്ത് വരികയും ആ പുസ്തകം അതിൽ മുഹമ്മദിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ആ പുസ്തകം എഴുതിയ ഗ്രന്ഥകാരൻ കൊല്ലപ്പെടേണ്ടതുണ്ടെന്നും ആ പുസ്തകവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വധശിക്ഷ വിധിക്കുകയും ചെയ്തത്. അത് ഖുമാനിയുടെ ഫത്വ എന്നുള്ള പേരിൽ വളരെയധികം വിവാദമായ ഒന്നാണ്. അതിന്റെ പേരിൽ റുഷ്ദിയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം 2 പതിറ്റാണ്ടോളം അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു. ആ ഒളിവിൽ പോകേണ്ടി വന്ന കാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയുടെ പിൻബലത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. ആ കാലത്ത് ആ ഒളിവ് ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജോസഫ് ആന്റൺ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് തന്റെ ഒളിവുകാല ജീവിതം എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നും അതൊരു ആഖ്യാനമായിട്ട് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം 2016 കൂടി അദ്ദേഹം ഏകദേശം സ്വതന്ത്രമായി, അല്ലെങ്കിൽ ലോകം അതിനെക്കുറിച്ച് മറക്കുകയൊക്കെ ചെയ്തു. ഫത്വ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലുണ്ട്, പക്ഷെ ഇറാനിലെ നേതാക്കൾക്ക് പോലും അതിനെക്കുറിച്ച് വലിയ നിർബന്ധങ്ങളില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം അമേരിക്കൻ പൗരനാവുകയും അവിടെ ഏറെക്കുറെ സ്വകാര്യമായ ഒരു ജീവിതം ജീവിക്കുകയും രഹസ്യ ജീവിതം അവസാനിപ്പിക്കുകയും പിന്നീട് മെല്ലെ പൊതുജീവിതത്തിലേക്ക് വരികയും ചെയ്തു. 2022 ഓഗസ്റ്റില് അദ്ദേഹം ന്യൂയോർക്കിലെ ഷെറ്റോസ്ക്യോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, എഴുത്തുകാരൻ എങ്ങനെയാണ് സുരക്ഷിതനായിരിക്കേണ്ടത് എന്ന വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ആ സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ്. ആ അക്രമത്തിന്റെ പിൻബലം പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കണ്ണും കൈയും നഷ്ടപ്പെടുകയും വെറും 27 സെക്കൻഡുകൾ കൊണ്ട് 15 കുത്തുകൾ ഒരു കത്തി കൊണ്ട് ഒരു യുവാവ്, ഒരു മതഭ്രാന്തനായ ഭീകരവാദിയായ ഒരു യുവാവ് ഏൽപ്പിക്കുകയും റുഷ്ദിയുടെ കാഴ്ച നഷ്ടപ്പെടുകയും റുഷ്ദി ഏകദേശം മരിച്ചുപോയി എന്ന് ലോകം കരുതേണ്ട അവസ്ഥയിലായിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹം തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അവസ്ഥകളെ കുറിച്ച്, എന്താണ് തനിക്ക് ഈ സംഭവത്തിലൂടെ സംഭവിച്ചു പോയത് എന്ന് എഴുതിയ അനുഭവക്കുറിപ്പാണ് നൈഫ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് റുഷ്ദി എന്ന് പറയുന്നത്. റുഷ്ദി ലോകത്തിന് മുന്നിൽ 20-ാം നൂറ്റാണ്ടിലെ അന്ത്യകാലത്തും 21-ാം നൂറ്റാണ്ടിലും ലോകം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രമാത്രമാണ് പ്രവർത്തിച്ചത് എന്നതിന്റെ ജീവിക്കുന്ന തെളിവായി നിലനിൽക്കുകയാണ്. അങ്ങനെ പുസ്തകമാണ് നൈഫ് എന്ന് പറയുന്നത്. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്നും ലോകം എത്രമാത്രം ക്ലേശകരമായാണ് ഈ ഭാവനയ്ക്ക് വേണ്ടിയുള്ള, ഭാവന നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നോക്കിക്കാണുന്നത്, അതിനെ നിലനിർത്താൻ എത്രമാത്രം ക്ലേശിക്കുന്നത് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാകും. അത് ഒരു വശത്ത്. അതിന്റെ ചരിത്രത്തിലേക്ക് പോയിക്കാൻ നമുക്ക് അറിയാം, ധാരാളം കൃതികൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് പലപ്പോഴായിട്ട് ഇത്തരം നിരോധനങ്ങൾക്ക്, എതിർപ്പുകൾക്ക് മത പുരോഹിതന്മാരുടെയും മത തീവ്രവാദികളുടെയും ഭരണാധികാരികളുടെയും അല്ലെങ്കിൽ സദാചാരവാദികളുടെയും എതിർപ്പിന് വിധേയമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ, ഇപ്പൊ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ്, അദ്ദേഹത്തിന്റെ ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക് എന്ന പുസ്തകം ഒരു ചരിത്ര പുരുഷനെ കുറിച്ചായിരുന്നു. അതിനെതിരെ വലിയ വിമർശനം വരികയും അത് നിരോധിക്കണമെന്ന ആവശ്യമുണ്ടായിട്ടുണ്ട്. മറ്റൊരു വലിയ പോർച്ചുഗലിലെ നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ജോ സരാഗോ പറയുന്ന എഴുത്തുകാരൻ ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി, ഒരു നോവൽ എഴുതി. അതിനെതിരെ വലിയ വിവാദങ്ങൾ ഉണ്ടായി, അത് നിരോധിക്കണമെന്ന ആവശ്യമുണ്ടായി. ചില സ്ഥലങ്ങളിലെങ്കിലും അത് നിരോധിക്കപ്പെടുകയും ചെയ്തു. ഈജിപ്ഷ്യൻ റൈറ്ററായ നജീബ് മഹ്ഫൂസ്, അദ്ദേഹം ഈജിപ്തിന്റെ കഥ, മുസ്ലിം സമൂഹത്തിന്റെ കഥയാണ്, പാലസ് വാക്ക് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയാണ്.
അദ്ദേഹം ഇതുപോലെ റുഷ്ദിയെ പോലെ അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വൃദ്ധനായി 10-80 വയസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള സ്ഥിരമായി പോകാറുള്ള ഒരു കോഫി ഹൗസിൽ വെച്ച് അദ്ദേഹത്തിന് കുത്തേൽക്കുകയുണ്ടായി. ഇതൊക്കെ മതവികാരം വ്രണപ്പെടുത്തിന്റെ പേരിലാണ് ഇവർക്ക് രണ്ടുപേർക്കും, സരമാഗോനും മഫ്ഹോസിനും ഇത്തരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നത്. ചരിത്രത്തിൽ നമ്മൾ പുറകോട്ട് നോക്കിയാലും ധാരാളം കൃതികൾ വിഖ്യാതരായി ഇന്ന് ലോകം ഏറ്റവും വലിയ ക്ലാസിക്കുകൾ എന്ന് ആരാധിക്കുന്ന അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്ന് അംഗീകരിക്കുന്ന പല രചനകൾക്കും സമാനമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റു തലത്തിലുള്ള ആവിഷ്കാരങ്ങൾക്ക് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ എം എഫ് ഹുസൈൻ ലോകം അംഗീകരിച്ച, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പ്രശസ്തനായ ആധുനിക ഇന്ത്യൻ ചിത്രകാരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരച്ച ഒരു ചിത്രത്തിന്റെ പേരിൽ ഇന്ത്യയിൽ അദ്ദേഹം പത്മശ്രീ, പത്മഭൂഷൺ എന്ന് തുടങ്ങിയ ഇന്ത്യയുടെ എല്ലാ അംഗീകാരങ്ങളും നേടിയെടുത്ത കലാകാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് 2010 മറ്റേ അദ്ദേഹത്തിന് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു. അദ്ദേഹത്തിനെതിരെ വലിയ പ്രത്യാക്രമണം ഉണ്ടായി. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് 1970 വരച്ച ഒരു ചിത്രത്തിന്റെ പേരിൽ അത് ഹിന്ദു സംഘടനകളുടെ കണ്ണിലെ കരടായി മാറുകയും അത് ഹിന്ദുത്വത്തിനെതിരാണെന്ന് വാശി പിടിക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഖത്തറിലേക്ക് പോവുകയും ഒടുക്കം മഹാനായ ഇന്ത്യക്കാരൻ, ഇന്ത്യയുടെ എല്ലാ പരമോന്നതമായ ആദരവും നേടിയെടുത്ത ഇന്ത്യക്കാരന് അവസാന കാലം അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്ത് മറ്റൊരു രാജ്യത്ത് ജീവിക്കേണ്ടി വരികയും ലണ്ടനിൽ അദ്ദേഹം 2011 മരിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ഒരു ചരിത്രത്തിലെ ഒരു കാര്യമാണ്. അതുപോലെ മറ്റു രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഭരണകൂടം മറ്റൊരു രീതിയിൽ ചൈനയിലെ ഒരു വലിയ കലാകാരനാണ്, ആർട്ടിസ്റ്റാണ് ലേ വേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അലി ബേബിന് ഇപ്പോഴും ചൈനയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ തുറന്ന പറച്ചിലുകൾ അവിടുത്തെ ഭരണകൂട അടിച്ചമർത്തലിനെതിരായതുകൊണ്ട് അവരത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്തൊക്കെ രാഷ്ട്രീയ നിലപാടും അങ്ങനെ വരാമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് ചൈനയെ എടുക്കാവുന്നത്. ഭരണകൂടം എങ്ങനെയാണ് നോർത്ത് കൊറിയയും ചൈനയും തമ്മിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു കാര്യം. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരിയാണ് തസ്ലീമ നസ്രാൻ. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. ലജ്ജ എന്ന നോവലിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് നിഷ്കാസിതരായി ഇന്ത്യയിലേക്ക് അഭയം തേടുകയും ഒടുക്കം ഇന്ത്യയിലും ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാതെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട, മറ്റൊരു രാജ്യത്ത് ജീവിക്കേണ്ട, ഇപ്പൊ അമേരിക്കയിലാണെന്ന് തോന്നുന്നു അവർ ജീവിക്കുന്നത്, അത് വധഭീഷണി മൂലമാണ്. ഒരു നോവൽ എഴുതിയതിന്റെ പേരിൽ വധഭീഷണി നേരിടുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ വീണ്ടും പ്രഹേളിക പോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫ്രഞ്ച് ഒരുപക്ഷെ ഏറ്റവും അവസാനം റുഷ്ദിക്ക് ശേഷം വന്ന ഒരു വലിയ വിവാദം എന്ന് പറയുന്നത്, വലിയ അക്രമം എന്ന് പറയുന്നത് ഫ്രഞ്ച് മാസികയായ ചാർലി ഹെബ്ഡോയുടെ കാർട്ടൂണുകൾക്കെതിരെ വന്ന ഒരു ആക്രമണമാണ്. അവിടെ 12 പേര് കൊല്ലപ്പെട്ടു. കാർട്ടൂണിസ്റ്റുകളും ആ പത്രാധിപരും ഒക്കെ ഉൾപ്പെടപ്പെട്ട 12 പേരാണ് അന്ന് അവിടെ നടന്ന അക്രമത്തിന്റെ പേരിൽ, ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും മധ്യകാല യൂറോപ്പിലൊക്കെ ഉണ്ടായതുപോലുള്ള വലിയ എതിർപ്പുകൾക്ക്, അതുമൂലം ഉണ്ടാവുന്ന അക്രമങ്ങൾ വിധേയമാവുന്നു എന്നത് തെളിയിക്കുന്ന സംഭവങ്ങളാണ്. ഇതിനെയാണ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ കാര്യം പറഞ്ഞാൽ പോലും മീശ വിവാദം ഏറ്റവും ഒടുവിലുണ്ടായ 2018 എസ് ഹരീഷ് എഴുതിയ മീശ എന്ന് പറയുന്ന നോവലിനെതിരെ ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയും ആ നോവല് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നിർത്തിവെക്കേണ്ടി വരികയും അത് പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്ന് പറഞ്ഞിട്ട് ചില വായനക്കാര് കോടതി വരെ എത്തുകയും ചെയ്തു. സുപ്രീം കോടതി അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അതിനകത്തുണ്ടെന്നും അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന്, അത് ഹിന്ദുമത വിശ്വാസികൾക്ക് എതിർപ്പുളവാക്കുക അല്ലെങ്കിൽ അവരെ അവഹേളിക്കുകയോ അവരെ ആക്ഷേപിക്കുകയാണ് എന്നുള്ള ഒരു വാദത്തിലൂടെയാണ് ആ പുസ്തകത്തിനെതിരെ, നോവലിനെതിരെ വലിയ ആക്ഷേപം വന്നതും എതിർപ്പുകൾ ഉണ്ടായതും. പക്ഷെ അതിന്റെ പേരിൽ നടന്ന വലിയ നിയമയുദ്ധം സുപ്രീം കോടതിയിൽ എത്തുകയും സുപ്രീം കോടതി അതിനെ വളരെ കൃത്യമായ രീതിയിൽ അത് വിവക്ഷിച്ചെടുത്ത് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, മനുഷ്യൻ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ സഞ്ചാരത്തിനിടയിൽ, മനുഷ്യവംശത്തിന്റെ സഞ്ചാരത്തിനിടയിൽ ഭാവനയും ആവിഷ്കാരവും ഒക്കെ ഏത് രീതിയിലാണ് പ്രയോജനപ്പെട്ടത് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഏത് തരത്തിലുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് പുറകിൽ പോലും ഏതോ മനുഷ്യന്റെ ചിന്തയും ആ ചിന്തയിലൂടെ ഉടലെടുത്ത തെറ്റായോ ശരിയായോ പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഇമാജിനേഷൻ ഉണ്ട്. ആ ഇമാജിനേഷനോട് അയാൾ പുറത്തെടുക്കുന്ന ചില സാധ്യതകളുണ്ട്. ആ സാധ്യതകളുടെ പ്രാവർത്തികമായ
രൂപമാണ് അല്ലെങ്കിൽ പ്രാവർത്തികമായ ഒരു ഘടനയാണ് പിന്നീട് അതൊരു വലിയ ഒരു ഉപയോഗമായിട്ട് മനുഷ്യവംശത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐസക് അസിമോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ എഴുത്തുകാരൻ റോബർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കഥകൾ എഴുതുന്നു 1930-കളിൽ. മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി യന്ത്രവൽകൃതമായ ചില സംവിധാനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള രീതിയിലുള്ള കഥകളാണത്. ഇന്നിപ്പോ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ റോബോട്ടുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അപ്പൊ ഐസക് അസിമോവിനെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു സംഗതി ഭാവനയിൽ കാണാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഭാവനയിൽ കണ്ടതിനെ കഥയായി എഴുതി വെക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, എങ്ങനെയായിരിക്കും ഈ സാധ്യത മനുഷ്യന് മുന്നിൽ ഉരുത്തിരിഞ്ഞു വരിക, അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വരുമോ എന്നുള്ള ചോദ്യം. H.G. വെൽസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ടൈം മെഷീനെ കുറിച്ച് 1920-കളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, ടൈം മെഷീൻ എന്ന് പറയുന്നത്. അങ്ങനെ ടൈം മെഷീനിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന ചിന്തകളെ കുറിച്ച് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ വിഭാവനം ചെയ്യലിൽ നിന്നാണ് പിന്നീട് ശാസ്ത്രം പല രീതിയിൽ മുന്നോട്ട് പോവുകയും അങ്ങനെ അതൊരു യാഥാർത്ഥ്യമായി, ഒരു ശാസ്ത്രീയമായ യാഥാർത്ഥ്യമായി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആവിഷ്കാരം എന്ന് പറയുന്നത് വെറും സർഗാത്മകമായ സാഹിത്യമായി മാത്രമല്ല, മനുഷ്യൻ ഇടപെടുന്ന എല്ലാ തരത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങളിലും വിഷയങ്ങളിലും അതിന് പ്രാതിനിധ്യമുണ്ടെന്നും അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആണ് മനുഷ്യൻ മുന്നേറേണ്ടത്. ഇത്തരത്തിലുള്ള മനസ്സിലാക്കലുകളിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സുപ്രീം കോടതിയുടെ ബെഞ്ച് വിധി പറഞ്ഞത്. ആ വിധിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയുണ്ട്. അത് വോൾട്ടയറിന്റെ ഉദ്ധരണിയാണ്. ലോകം എപ്പോഴും ഓർത്ത് വെക്കേണ്ട, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടുള്ള എല്ലാ ചർച്ചകളിലും ഭാവനയെ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന രീതിയിൽ വോൾട്ടയറിന്റെ വലിയ വാക്കുകൾ സുപ്രീം കോടതി ജഡ്ജിമെന്റ് പറയുന്നത് അതിങ്ങനെയാണ്: നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ എനിക്ക് സ്വീകാര്യമാകണമെന്നില്ല, എന്നാൽ അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ അവകാശം നിലനിന്ന് കിട്ടാൻ മരിക്കുവോളം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നതാണ്. നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ എനിക്ക് സ്വീകാര്യമാകണമെന്നില്ല, എന്നാൽ അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ അവകാശം നിലനിർത്തി കിട്ടാൻ മരിക്കുവോളം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം, സാഹിത്യകൃതിയെ വിമർശിക്കാം, അഭിപ്രായങ്ങളെ വിമർശിക്കാം, ആശയങ്ങളെ വിമർശിക്കാം. പക്ഷേ ആ ആശയങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തി കിട്ടാൻ നിങ്ങളോടൊപ്പം ഈ വിമർശിക്കുന്നയാളും ഉണ്ടാവും എന്ന് പറയുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇങ്ങനെയൊരു ചിന്ത ലോകത്തിന്റെ മുന്നിൽ വന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സമൂഹം, ഒരുപാട് സംവിധാനങ്ങളും അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്, ഫ്രീഡം ഓഫ് സ്പീച്ചിന് കൊടുത്തത് കൊണ്ടാണ് ലോകം ഈ നിലയിൽ മുന്നേറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ അടിവരയിട്ടുകൊണ്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് 2018 ഈ മീശ വിവാദവുമായിട്ട് ഉണ്ടായ കേസിന്റെ അകത്ത് ഉണ്ടായത്. അവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ, ഇന്ത്യയുടെ ആ നീതിപീഠം പറഞ്ഞ ഒന്ന്, സർഗാത്മകതയെക്കുറിച്ചും ആവിഷ്കാരത്തെക്കുറിച്ചും വളരെ സുചിന്തിതമായ ഒരു അഭിപ്രായം ആ വിധിന്യായത്തിൽ വന്നു എന്നുള്ളത് ഒരുപക്ഷെ ആ വിവാദം ഉണ്ടാക്കിയ ഒരു ഗുണപരമായ ഒരു കാര്യമായിട്ട് കൂടി നമ്മൾ അതിനെ വായിച്ചെടുക്കണം. അങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരത്തിലൊരു വിധി ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു വിധി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാ തരത്തിലുള്ള പ്രാമാണികരും, അല്ലെങ്കിൽ ഭരണകൂടമായാലും ശരി, പൗരോഹിത്യമായാലും ശരി, സദാചാരവാദികളായാലും ശരി, അവരൊക്കെ നമുക്ക് മുന്നിലുള്ള പല കൃതികളും അവർക്ക് ഇഷ്ടമല്ലാത്ത എല്ലാറ്റിനെയും അവർ ഇതിനെതിരെ വാദിക്കുകയും ഒരുപക്ഷെ അത് നിരോധിക്കണമെന്ന് പറയുകയും, അങ്ങനെ നിരോധിക്കുന്നത് ഒരു തെറ്റല്ല എന്ന ഒരു ചിന്ത, ഒരു ബാഹ്യമായ ഒരു ചിന്ത അല്ലെങ്കിൽ ബാഹ്യമായ ഒരു പ്രേരണ വ്യക്തികളിലേക്ക് നിർമ്മിക്കാനും ചിലപ്പം സാധിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വിധി വന്നു എന്നുള്ളതാണ് അത് അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അടിത്തറ വേണം. ആ അടിത്തറ എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കണം ആശയ സംവേദനം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്വതന്ത്രമായ ആശയ സംവേദനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, എഴുത്തുകാർക്കും കലാപ്രവർത്തകർക്കും പ്രത്യേകിച്ച് എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് സർഗസൃഷ്ടി ചെയ്യണമെങ്കിൽ ഈ സ്വാതന്ത്ര്യം ആവശ്യമാണ്. കാരണം അവർ നിയന്ത്രിതമായ ഒരു അവസ്ഥയിൽ ചെയ്യുന്ന ഒരു സംഗതിയല്ല സർഗാത്മകത എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവണം. സമൂഹത്തിൽ നിലവിലില്ലാത്ത ഓരോ ആശയങ്ങളെ പിന്തുടരാൻ, സമൂഹത്തിൽ നിലവിലില്ലാത്ത അനുഭവങ്ങളെ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ഓർത്തെടുക്കാത്ത, നമ്മൾ അനുഭവിക്കാത്ത അനുഭവങ്ങളെ ഉൾക്കൊള്ളാനും അത് ചിത്രീകരിക്കാനും കഴിയണം. എന്താണ് ഒരു വായിക്കുന്നയാളും വായിക്കാത്തയാളും തമ്മിലുള്ള വ്യത്യാസം എന്ന പഴയ ചോദ്യമുണ്ട്. വായിക്കാത്തയാൾ അയാളുടെ ജീവിതം മാത്രം ജീവിക്കുന്നു എന്നുള്ളതാണ്. വായിക്കുന്ന ഒരാൾ
അയാൾ ആയിരക്കണക്കിന് ജീവിതങ്ങൾ, അല്ലെങ്കിൽ അയാൾ അറിയാൻ ശ്രമിച്ച പലതര വ്യത്യസ്തമായ ജീവിതങ്ങളെ അറിയുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യ നികേതനം വായിച്ചത് കൊണ്ട്, അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് ജീവൻ വശായി എന്ന് പറയുന്ന ഒരു നാഡി വൈദ്യന്റെ മനസ്സ്, നാഡി വൈദ്യന്റെ ജീവിതം, അതൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. എനിക്ക് അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു രവി ഖസാക്കിന്റെ ഇതിഹാസം വായിച്ച എനിക്ക് ഒരു ഏകാധ്യാപക വിദ്യാലയത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ വന്നുവിട്ടാൽ ഉണ്ടാവുന്ന അയാളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച്, അയാളുടെ മനസ്സിലെ ചിന്തകളെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണകളുണ്ട്. അത് എൻ്റെ ജീവിതത്തിന് പുറത്തു നടന്ന ഒന്നാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിന് പുറത്തു നടന്ന ഒന്നിനെ എൻ്റെ അനുഭവമാക്കി തീർക്കുന്നത് എന്താണോ അതാണ് സർഗാത്മക, അതാണ് സാഹിത്യം. അതിന് കഴിയുന്നു എന്നുള്ളതാണ്. അതിന് കഴിയണമെങ്കിൽ അത് അയാൾക്ക്, ഈ സർഗാത്മക സൃഷ്ടി നടത്തുന്ന ഒരാൾക്ക് സ്വതന്ത്രമായി അതിനെ നോക്കിക്കാണാനും സ്വതന്ത്രമായി അതിനെക്കുറിച്ച് ചിന്തിക്കാനും കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭാവനയ്ക്ക് ഒരു തരത്തിലുള്ള ഭ്രമണപഥവും നിശ്ചയിക്കരുത് എന്ന് നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. ഭാവനയ്ക്ക് അതിരുകൾ കൽപ്പിച്ചാൽ അത് ഏത് ഭ്രമണപഥങ്ങളിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് മറ്റൊരാൾ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ തീരുമാനിക്കുന്ന ആളിന്റെ ഇഷ്ടാനിഷ്ടങ്ങളാവും അവിടെ അടിച്ചേൽപ്പിക്കപ്പെടുക. അതോടുകൂടി മനുഷ്യവികാസം, മനുഷ്യന്റെ ചിന്തയുടെ വികാസം, ആശയങ്ങളുടെ വികാസം, സംസ്കാരങ്ങളുടെ വികാസം നിന്നുപോകും എന്നുള്ള വലിയ തിരിച്ചറിവ് മാനവ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആ മാനവ സമൂഹത്തിന് ഉണ്ടായ തിരിച്ചറിവിൽ നിന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തിലേക്ക്, അത് അതിരുകളില്ലാതെ മുന്നേറേണ്ട ഒന്നാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സർഗാത്മകതയെ ഒരു കാരണവശാലും ശ്വാസം മുട്ടിച്ച് കൊല്ലാതിരിക്കണമെന്നും സാഹിത്യത്തിന് അതിന്റെ അനുവാചകരിലേക്കുള്ള മാധ്യമമായി പ്രവർത്തിക്കാൻ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവരുതെന്നും അതൊരു സ്വച്ഛന്ത പ്രവാഹമായി മാറണമെന്നും അടിസ്ഥാനപരമായി ഇതിനെ കാണുന്ന, ഉൾക്കാഴ്ചയോടെ കാണുന്ന നീതിപീഠങ്ങളും ഭരണാധികാരികളും ഒക്കെ അങ്ങനെ ചിന്തിച്ചത്. ഭൗതിക ലോകത്ത് ഇങ്ങനെയുള്ള തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ അറിവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഭൗതിക ലോകത്ത് ഒരു ഭീരുത്വം ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്ന്, മറ്റൊരു തരത്തിൽ ഈ പ്രേരണയോടുകൂടി ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത്, നമ്മുടെ രക്ഷയ്ക്ക് ആരും എത്തുകയില്ല എന്നൊരു ധാരണയോടുകൂടി ഒരു കലാകാരൻ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ശ്രമിച്ചാൽ, അങ്ങനെ ഒരു ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ വൈജ്ഞാനിക ഗവേഷണത്തിൽ ഏർപ്പെട്ടാൽ അദ്ദേഹത്തിന് സ്വയം നിയന്ത്രണം ആവശ്യമായിട്ട് വരും. ആ സ്വയം നിയന്ത്രണം അദ്ദേഹത്തിന്റെ കൃതിയെ സാരമായ രീതിയിൽ ബാധിക്കും. ആ കൃതിയെ സാരമായി ബാധിച്ചു കഴിഞ്ഞാൽ അത് ആശയപ്രകാശനത്തിന്, അല്ലെങ്കിൽ അനുഭവ പ്രകാശനത്തിന് പരിമിതികൾ ഉണ്ടാക്കും. അപ്പോ അവരെന്ത് ചെയ്യണം, അവരെങ്ങനെ എഴുതണം, എങ്ങനെ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മറ്റുള്ളവർ നിശ്ചയിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിന്റെ പരിധി നിർണയിക്കരുത് എന്നുള്ള അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടപ്പെട്ട അടിസ്ഥാന മൂല്യം, അടിസ്ഥാന സത്ത. അപ്പൊ അതിന്റെ സമഗ്രതയിൽ അത് മനസ്സിലാക്കുകയും അതിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി എടുത്ത്, ഇപ്പം മീശയിൽ സംഭവിച്ചാൽ ഒരു വാക്ക്, ഒരു വാചകം, അതൊന്നും എടുത്തിട്ടല്ല ആ സാഹിത്യത്തെ ഉൾക്കൊള്ളേണ്ടതെന്നും ഒരു കൃതി എന്നുള്ളതിൽ, ഒരു കലാസൃഷ്ടി എന്നുള്ളതിൽ അതിന്റെ സമഗ്രതയിൽ നോക്കിക്കാണുകയും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അതിനെ വായിക്കുകയോ നോക്കിക്കാണുകയോ ചെയ്യുന്നത് വികലമായ ഒന്നാണെന്നുമാണ് തീർച്ചയായിട്ടും എല്ലാവരും കരുതുന്നത്. അത് തന്നെയാണ് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ആ വിധിയിലൂടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെ ഏതെല്ലാമോ രീതിയിൽ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ ഏതെല്ലാമോ രീതിയിൽ അതിനെ എതിർക്കുന്ന ഒരു സമൂഹം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു വിധി വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതിന് യാതൊരു തരത്തിലുള്ള ആലോചനകളും സംശയങ്ങളും ഇല്ലാതെ എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തെ, എഴുത്തുകാരന്റെ സ്വതന്ത്ര ചേതനയെ തുറന്നു വിടാനുള്ള ഒരു ഭൗതികമായ ഉൾക്കാഴ്ച സമൂഹത്തിന് ഉണ്ടാകണം എന്നാണ് ആ വിധിയിലൂടെ പുറത്തു വന്നത്. അങ്ങനെ മാത്രമേ ജനാധിപത്യം മുന്നോട്ട് പോവുകയുള്ളൂ. ജനാധിപത്യം എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള, നിങ്ങൾക്ക് പറയാനുള്ള, ഒരുപക്ഷെ ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഭാരതീയമായ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അമർത്യ സെൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്നത്, താർക്കികനായ ഇന്ത്യൻ എന്ന് പറയുക. താർക്കികത എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൗലികമായ ഒരു സ്വഭാവമായിരുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അമർത്യ സെൻ പറയുന്നത്. അപ്പൊ അങ്ങനെ തർക്കിക്കുകയും തർക്കത്തിലൂടെ സത്യങ്ങളിലേക്ക്, വിവാദത്തിന്റെ വാദങ്ങളിലൂടെ അറിവിലേക്ക്, പുതിയ അറിവിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് മാറേണ്ടതുണ്ട്. ഇല്ല, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മൾ കടന്നു വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചരിത്രത്തിലേക്ക്, നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുക. അതിന്റെ മുന്നിലേക്കാണ് ഈ സ്വതന്ത്ര ചിന്തയെ ഏതെങ്കിലും രീതിയിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന മതമൗലികവാദികള്, ഭരണകൂടങ്ങള്, ഫാഷിസ്റ്റ് ചിന്തയുള്ള, രാഷ്ട്രീയ ചിന്ത ഉള്ളവരും ഒക്കെ കടന്നു വരുന്നത്. ഇതും ഇന്ത്യയുടെ പ്രാകൃത ചരിത്രത്തിലും അങ്ങനെയുണ്ട്. ഈ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇവിടെ
ചാർവാകൻ ലോകായത മതം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായിരുന്നു. അവർ വലിയ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നുവെന്നും ചരിത്രത്തിൽ കാണാം. പക്ഷെ അവരുടെ ഒരു ദർശനവും അവരുടെ ടെക്സ്റ്റുകളൊന്നും തന്നെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതെന്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അത് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിന് തുടർച്ച ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അക്കാലത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വിയോജിക്കുന്ന അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ലാത്ത ഏതോ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഏതോ ഒരു അധികാര കേന്ദ്രം നിശ്ചയിക്കുകയും അതിനെ അവർ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇത് സാഹിത്യ സൃഷ്ടികൾക്ക് ഉള്ളതുപോലെ ദർശനങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ആശയ സംവേദനങ്ങളെയും എതിർക്കുക. ആ ആശയ സംവേദനങ്ങൾ മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ യാഥാസ്ഥിതിക മനോഭാവത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ അധികാരത്തിന് തടസ്സമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു കാരണം കണ്ടെത്തുകയും ആ രീതിയിലുള്ള ഒരു ആശയ പ്രചാരണം നടത്തുകയും കൃതിയെ നിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നടക്കുന്നത്. രണ്ട്, പുതിയ കാലത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കാലത്തെ പോലെ നമ്മളിപ്പോൾ നേരത്തെ പുസ്തകങ്ങൾ, അച്ചടിച്ച പുസ്തകങ്ങൾ മാത്രം വിറ്റിരുന്ന ഒരു കാലത്ത് ഒരു പുസ്തകത്തെ നിരോധിക്കുക എന്ന് പറയുന്നത് ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരുന്നു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് പോലും അതാണ് സംഭവിച്ചത്. ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കാത്ത ഒരു കൃതി ആയതുകൊണ്ട് കസ്റ്റംസ് ആക്ട് വഴി ആ പുസ്തകം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് നിർത്തലാക്കിയാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ ആരും വാങ്ങിക്കില്ല. പക്ഷെ ഇന്നിപ്പോ അതൊന്നുമല്ല. ടെക്നോളജി അതിന്റെ വലിയ വിശാലമായ ഒരു ലോകത്തെ ടെക്നോളജി കാണുന്നുണ്ട്. ഭൗമശാസ്ത്രപരമായ അതിർവരമ്പുകളൊന്നും തന്നെ ഇന്ന് ആശയലോകത്തിന് ബാധകമല്ല, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിന് ബാധകമല്ല. അപ്പോൾ ലോകത്തിന്റെ മുന്നിൽ എവിടെയെങ്കിലും, ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ആശയം ലോകത്തെല്ലായിടത്തും നിരോധിക്കപ്പെട്ട രാജ്യങ്ങളിൽ പോലും ലഭിക്കും സാങ്കേതിക വിദ്യയിലൂടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് പോലും ഇതിനെ നിരോധിക്കാനും ഇതിനെതിരെ വാദിക്കാനും ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ആശയപ്രചാരണം, നമ്മൾ ഈ സിവിലൈസേഷണൽ മുന്നോട്ട് പോക്കിന് എത്ര പൂർണ്ണത ഉണ്ടായിട്ടുണ്ടോ എന്ന വലിയൊരു സന്ദേഹത്തെ കൂടി നമ്മളെ മുന്നിലെത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ കാലത്തും 21ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തിലും ഒക്കെ ഈ ആവിഷ്കാരത്തെ എതിർത്തത്, ആശയങ്ങളുടെ മുന്നോട്ട് പോക്കിനെ എതിർക്കാൻ ആളുകൾ ഉണ്ടായി എന്നുള്ളത്? അതൊരു വലിയ ചോദ്യമാണ്. അത് ലോകം സാംസ്കാരികമായി എത്രത്തോളം മുന്നോട്ട് പോയോ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഒരുപക്ഷെ ജനാധിപത്യ പ്രക്രിയ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്തമായ ആശയങ്ങൾക്ക് പരസ്പരം മത്സരിച്ച് ജയിക്കുവാനുള്ള പരസ്പരം മത്സരിക്കുകയും പരസ്പരം സഹജീവനം നടത്താനും കഴിയുക എന്നുള്ളതാണ്. അതിന്റെ വിലങ്ങുതടിയായിട്ട് വേണം ഈ ആശയങ്ങളെ തടയാനുള്ള, അല്ലെ ആവിഷ്കാരങ്ങളെ തടയാനുള്ള ശ്രമത്തെ നോക്കിക്കാണും. അതൊരു രാഷ്ട്രീയ തലത്തിലുള്ള ഒരു പ്രക്രിയയായിട്ട് കൂടി കാണേണ്ട, ഒരു സാഹിത്യ പ്രക്രിയ അല്ലാതെ. ഒരുപക്ഷെ സാഹിത്യമല്ലല്ലോ സാഹിത്യത്തെ തടയുന്നത്, സമൂഹമാണ്. സമൂഹം എന്ന് പറയുന്നത് ഭരണകൂടമാണ്. സമൂഹത്തിലൂടെ അത് തടയാൻ ശ്രമിക്കുന്നത് ഭരണകൂടമാണ്. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് മതം. മതമാണ് മിക്കപ്പോഴും നമ്മളിപ്പോ കേട്ട ചരിത്രത്തിലെ സന്ദർഭങ്ങളിലെല്ലാം തന്നെ സാഹിത്യത്തെ, കലയെ തടയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിച്ചത് മതപൗരോഹിത്യമാണ്. മതവികാരങ്ങൾക്ക് വ്രണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വാദം എല്ലാ കാലത്തും ലോകത്തിന്റെ മിക്കവാറും രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് ഇപ്പൊ ഫ്രാൻസ് പോലൊരു രാജ്യം എല്ലാ തരത്തിലും സ്വതന്ത്രമായ ബൗദ്ധിക നിലപാടുകൾക്ക് സ്വീകരിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസിൽ. അവിടെയാണ് കാർട്ടൂണുകൾക്കെതിരെ ഒരു മാസിക മുഴുവൻ ആക്രമിക്കപ്പെട്ടത്. പക്ഷെ അവരത് തിരിച്ചു കൊണ്ടുവരികയും ആ കാർട്ടൂണുകൾ വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷെ മാറിയ കാലത്തും ഈ തിരിച്ചുവരവ്, ഈ എതിർപ്പിന്റെ തിരിച്ചുവരവ്, എതിർപ്പിന്റെ നിലനിൽപ്പ്, ആവിഷ്കാരത്തിനെതിരെയുള്ള സമരത്തിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ അതിനെ നിരോധിക്കണമെന്ന ആവശ്യത്തിന്റെ നിലനിൽപ്പ് ഒരു പുതിയ സമൂഹത്തെയും പുതിയ തലമുറയെയും അലട്ടേണ്ടതുണ്ട്. കാരണം അങ്ങനെ അലട്ടിയെങ്കിൽ മാത്രമേ ഇത് തുടർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. അപ്പൊ നമുക്ക് ശാസ്ത്രീയമായ ഒരു കണ്ടുപിടുത്തങ്ങളും സാംസ്കാരികമായ മുന്നേറ്റങ്ങളും ഒക്കെ സാധിച്ചിട്ടുള്ളത് ഇതുകൊണ്ടാണ് എന്ന് അറിയുമ്പോൾ മാത്രം. അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന എഴുത്തുകാരന്റെ അല്ലെങ്കിൽ എഴുതിയ കൃതിയുടെ, ഒരു സാഹിത്യ കൃതിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന് രീതിയിൽ ചുരുങ്ങിക്കാണരുത്. അങ്ങനെ ചുരുങ്ങിക്കാണുമ്പോഴാണ് അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനോട് കൂടി നിൽക്കാൻ ആളുകൾ ഉണ്ടാവുന്നത്. ഇത് അടിസ്ഥാനപരമായി ഒരു സമൂഹത്തിന്റെ, ഒരു മനുഷ്യന്റെ അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം അടിസ്ഥാനപരമായിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ചാപ്റ്ററിലൊക്കെ പറയുന്നത് ഒരു മനുഷ്യാവകാശമായിട്ടാണ്. ഏതൊരു മനുഷ്യനും അവന്റെ മനസ്സിലുള്ള, അവന്റെ മസ്തിഷ്കത്തിലൂടെ അവന്റെ സാംസ്കാരികമായ അറിവിനെ പുനർപ്രകാശനം ചെയ്യാനും അത് ലോകത്തിന് മുന്നിൽ എത്തിക്കാനുമുള്ള
അവകാശമുണ്ട് എന്ന അടിസ്ഥാന വികാരമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നിയമാവലി ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഇത് സഹിഷ്ണുതയുടെ പ്രശ്നമാണ്, ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. ഇത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഓരോ വ്യക്തിക്കും, ഇത് എഴുത്തുകാരനും കലാകാരനും മാത്രമുള്ളതല്ല, ഓരോ എഴുത്തുകാരനെയും കലാകാരന്റെയും കലയെയും ആവിഷ്കാരത്തെയും അറിയുവാനുള്ള, ഉൾക്കൊള്ളുവാനുള്ള അല്ലെങ്കിൽ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾ എന്ന രീതിയിൽ ഓരോ മനുഷ്യനുമുണ്ട്, ഓരോ വായനക്കാരനും. ഇതൊരു മനുഷ്യാവകാശമായിട്ട് ഇതിനെ ഉൾക്കൊള്ളുകയും കാണുകയും ചെയ്യണമെന്നുള്ള. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ അതുകൂടി നമ്മൾ ആലോചിക്കണം. അതാത് കാലത്തിന്റെ തീർച്ചയായിട്ടും അതാത് കാലഘട്ടം സൃഷ്ടിച്ചിട്ടുള്ള ചില സാമൂഹ്യ അവബോധങ്ങളുണ്ട്. ഈ സാമൂഹ്യ അവബോധങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി ജീവിക്കുകയും ചുരുങ്ങി ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഇങ്ങനെയേ പാടുള്ളൂ, ഇങ്ങനെ പാടില്ല എന്നുള്ള നിബന്ധനകളോടുകൂടി ആശയങ്ങളെയും ആവിഷ്കാരങ്ങളെയും കാണുന്നത്. അപ്പൊ ഒരു സ്വതന്ത്രമായ സാമൂഹ്യ ബോധം, സാമൂഹ്യ അവബോധം, കാലത്തിന്റെ മാത്രമല്ല ചരിത്രപരമായ ഒരു സാമൂഹ്യ അവബോധം നിർണയിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവേദനശീലം മനുഷ്യരിൽ ഉണ്ടാവുകയും ചെയ്യണം. അതുണ്ടാക്കാനുള്ള വഴി, ഒരു രാഷ്ട്രീയ വഴി എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. അപ്പൊ ജനാധിപത്യത്തിന്റെ തുടർച്ചയ്ക്ക്, മനുഷ്യവംശത്തിന്റെ തുടർച്ചയ്ക്ക്, മനുഷ്യാനുഭവത്തിന്റെ തുടർച്ചയ്ക്ക് മനുഷ്യ അവകാശം എന്നുള്ള രീതിയിൽ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സാധിക്കണം, നിലനിൽക്കണം. അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ആധുനിക കാലത്തെ മനുഷ്യന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരാളുടെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ അന്യന്റെ ഹിതമനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ, നമ്മുടെ കല, നമ്മുടെ സാഹിത്യം, നമ്മുടെ എഴുത്ത് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയിലൂടെ മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാവുന്നു. അങ്ങനെ വ്യത്യസ്തനാവുന്ന മനുഷ്യന്റെ മുന്നിൽ ലോകം മറ്റു പല രീതിയിലും അതിനെ മാറ്റിമറിക്കാനുള്ള കഴിവ് അവനുണ്ടാകുന്നു. അവന്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ, അല്ലെങ്കിൽ ലോകത്തിന്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ, ലോകത്തിന് മുന്നിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒക്കെ മനുഷ്യന് കഴിഞ്ഞത്, മനുഷ്യൻ ഇവിടം വരെ എത്തിയത് ഈ സ്വാതന്ത്ര്യം ഏതെല്ലാമോ കാലത്ത് എത്ര നല്ല പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇതിനെ നിലനിർത്തുവാൻ മനുഷ്യവംശത്തിന് കഴിഞ്ഞത് കൊണ്ടാണ്. പുതിയ ഒരു പ്രതിസന്ധി കൂടി നേരിടുന്ന ഒരു കാലത്താണ് മനുഷ്യനുള്ളത്. ഈ ഭാഷയുടെ സ്വാധീനം അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശക്തി മനുഷ്യൻ അവൻ തന്നെ നിർമ്മിച്ച മറ്റൊരു ജീവിക്ക്, അല്ലെങ്കിൽ റോബോട്ടുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നിർമ്മിക്കുന്ന ഒരു യാന്ത്രിക മനുഷ്യന് അവൻ കൊടുത്തു കഴിഞ്ഞു. അതിനും ഭാവനയ്ക്കുള്ള ശേഷി ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യം ഇന്ന് ലോകം നേരിടുകയാണ്. അപ്പൊ ഭാവനയും ഭാഷയും മനുഷ്യൻ്റെത് മാത്രമായിരുന്ന ഒരു കാലത്തിൽ നിന്ന് അത് ഭാവനയും ഭാഷയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള യന്ത്രങ്ങൾ അല്ലെങ്കിൽ യന്ത്ര മനുഷ്യർ കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴും നമ്മൾ റുഷ്ടി ആക്രമിക്കപ്പെടുന്നു, ഫ്രഞ്ച് മാസിക ആക്രമിക്കപ്പെടുന്നു, ഹരീഷിന്റെ നോവല് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ വളരെ വിരുദ്ധമായ ഒരു സന്ദർഭമാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വായനക്കാരൻ എന്ന നിലയിൽ, സാഹിത്യത്തെ ഉൾക്കൊള്ളുന്ന മനുഷ്യരെന്ന രീതിയിൽ, കലാസൃഷ്ടികളെ ആഹ്ലാദത്തോടെ നോക്കിക്കാണുന്ന മനുഷ്യരെന്ന രീതിയിൽ നമ്മളിത് കാണേണ്ടതുണ്ട്. ഇവരൊക്കെ നേരിടുന്ന പ്രതിസന്ധി അവർ വ്യക്തികൾ എന്ന രീതിയിൽ നേരിടുന്ന പ്രതിസന്ധികളല്ല, അതിലുപരിയായിട്ട് ഒരു സമൂഹം എന്ന രീതിയിൽ അതിനെ കാണണം. എങ്കിൽ മാത്രമേ തുടർന്നുണ്ടാവുന്ന എഴുത്തുകൾക്ക്, ഇപ്പൊ പുതിയ തലമുറ എഴുതുന്നുണ്ട്, ആ പുതിയ തലമുറക്ക് അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ മനസ്സിലെ ആശയങ്ങൾ, അവരുടെ മനസ്സിലെ സൗന്ദര്യ അവബോധത്തെ പൂർണ്ണതയിൽ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഇതിന്റെ റിഫ്ലക്ഷനാണ് സമൂഹം. അപ്പൊ ജീവിതത്തിന്റെ പൂർണ്ണത, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം പോലും ഇതുമായി ബന്ധപ്പെട്ട, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ ഭരണാധികാരി നിശ്ചയിക്കുന്നത് നമ്മൾ എതിർക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ എന്ത് എഴുതണം, നിങ്ങൾ എന്ത് വായിക്കണം. അടുത്ത് വരുന്നൊരു പ്രശ്നമാണ് നിങ്ങൾ എന്ത് വായിക്കണമെന്ന്. ഒരു ആവിഷ്കാരത്തെ, ഒരു പുസ്തകത്തെ ഒരാൾ അല്ലെങ്കിൽ ഭരണകൂടമോ അല്ലെങ്കിൽ മതമോ എതിർക്കുമ്പോൾ നിങ്ങൾക്കത് വായിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് അവർ ഹനിക്കുന്നത്. ആ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കരുത്. ആ സ്വാതന്ത്ര്യം മനുഷ്യൻ എന്ന രീതിയിൽ, വ്യക്തി എന്ന രീതിയിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ്. അതിനു വേണ്ടിയുള്ള പോരാട്ടത്തെയാണ് ഞാൻ ഈ വിഷയത്തിലൂടെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഭാവനയുടെ ഭ്രമണപഥത്തിന് അതിരുകൾ ഇപ്പോഴും നമുക്ക് ചുറ്റും കെട്ടാൻ ശ്രമിക്കുന്ന ഒരു ലോകമുണ്ട്. അതിനെ അതിജീവിക്കണം. ആർക്കും ഭാവനയെ തടയിടാൻ, ആവിഷ്കാരത്തെ തടയിടാൻ, ആശയങ്ങളുടെ ജൈത്രയാത്രയെ ഏതെങ്കിലും രീതിയിൽ പിടിച്ചുകെട്ടാൻ സാധിക്കരുത്. അതിനുവേണ്ടിയുള്ള മുന്നേറ്റം ഓരോ വായനക്കാരനും, ഓരോ കലാഹൃദയമുള്ള മനുഷ്യരും ഏറ്റെടുക്കേണ്ടതുണ്ട്.
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ കുറച്ച് സമയം നീക്കിവെക്കുകയും ചെയ്യുന്നു. ഭാവനയുടെ ഭ്രമണപഥങ്ങൾക്ക് അതിരുണ്ടോ എന്ന വിഷയത്തിൽ നല്ലൊരു ക്ലാസ് നയിച്ച ശ്രീ NE സുധീർ സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആശയങ്ങൾ പങ്കിടുവാനുമുള്ള സമയമാണ്. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഹലോ സാർ. പറഞ്ഞോളൂ. സാർ, എൻ്റെ പേര് ഹരിപ്രിയ, KUCT കുന്നം BEd കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും കാര്യം പറഞ്ഞായിരുന്നു. അപ്പം സൗത്ത് കൊറിയയിൽ സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് തന്നെ അത് അവരുടെ വിജയരഹസ്യത്തിന് കാരണമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലും കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൊടുക്കാറുണ്ടോ? അതിലൂടെ കുട്ടികളുടെ ഭാവന എത്രമാത്രം വളരുന്നുണ്ട്? എന്താണ് ഇതിന് താങ്കളുടെ അഭിപ്രായം? അത് സത്യത്തിൽ നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങളൊക്കെയാണ് കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായ ലോകം മനസ്സിലാക്കിയിട്ട് ഒരാളുടെ മസ്തിഷ്കം, ഒരാളുടെ തലച്ചോറ്, അയാളുടെ ബുദ്ധിയൊക്കെ മെച്യൂർ ആവുക ഒരു പരിധിവരെ അതിനൊരു സമയം, ഒരു ജൈവികമായ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ അഡൾട്ട് ആവണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജൈവികമായ സമയം എത്തുന്നവരെ ചില നിയന്ത്രണങ്ങൾ തീർച്ചയായിട്ടും സ്കൂളുകളിലൊക്കെ ആവശ്യമുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊരു വ്യക്തി എന്ന രീതിയിലുള്ള നിയന്ത്രണമല്ല, ഒരു വിദ്യാർത്ഥി എന്ന രീതിയിലുള്ള നിയന്ത്രണമായിട്ട് ചുരുങ്ങണം. അത് എത്രത്തോളം നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിലൊക്കെ സ്വാതന്ത്ര്യം കുറെ കൂടി കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അവരുടെ പരിമിതമായ അവരുടെ അറിവിനെയും അവരുടെ അനുഭവത്തെയും അവരുടെ തയ്യാറെടുപ്പുകളെയും അതിലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും ഹനിക്കുന്നതായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്, കേൾക്കാറുണ്ട്. അത് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ലോകത്തിന്റെ ഒരു മാറ്റം, രണ്ട് തലമുറകളുടെ വ്യത്യാസം, ഒരു 10 കൊല്ലം മുമ്പ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന അത്ര വേഗത്തിലല്ല ലോകം ഇന്ന് വളരെ വേഗത്തിലാണ് മുന്നേറുന്നത്. അപ്പോൾ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ കൂടി വരികയാണ്. തൊട്ട് മുമ്പുള്ള തലമുറയിലെ ഒരു അധ്യാപകൻ, 2 തലമുറ മുമ്പുള്ള ഒരു അധ്യാപകൻ പുതിയ കുട്ടിയെ നേരിടുമ്പോൾ അയാൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ മുന്നേറ്റത്തെ, കുട്ടിയുടെ ബൗദ്ധികമായ മുന്നേറ്റത്തെ തടയരുത്. അവന് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എത്രത്തോളം നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ വളരെ പ്രായോഗികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. നന്ദി സർ, വളരെ നന്ദി. നമസ്കാരം സർ. എന്റെ പേര് ജോബ് എന്നാണ്. ഞാനും KCTയിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഓക്കെ സർ, എന്റെ ചോദ്യം, അങ്ങ് പറഞ്ഞു ഈ പറയുന്ന മതപരമായിട്ടുള്ള പ്രവണതകൾ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ടെന്ന്. അപ്പൊ എന്റെ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ബൈബിൾ വിവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ ബൈബിൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഇപ്പൊ ഈ ഡാൻ ബ്രൗണിന്റെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഹിന്ദു പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ, ഇസ്ലാം മതത്തെ ബേസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ ഈ എഴുത്തുകൾ വരുമ്പോൾ അതിനെ നിരോധിക്കുന്നതിൽ ഒരു പുരുഷാധിപത്യ പ്രവണത കടന്നു വരുന്നുണ്ട്. കാരണം അവരുടെ സ്ഥാപിത താല്പര്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടേതായിട്ടുള്ള ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഈ നിരോധനങ്ങള് ഈ മത താല്പര്യങ്ങൾക്ക് ഒപ്പമോ അല്ലെങ്കിൽ അതിനപ്പുറമായിട്ടോ ഈ പുരുഷാധിപത്യ പ്രവണത നിലനിൽക്കുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. കാരണം ലോകത്തിന്റെ ആധിപത്യം പുരുഷന്മാരിലായി നിലനിൽക്കുന്നിടത്തോളം കാലം നിയന്ത്രണങ്ങൾ പുരുഷാധിപത്യത്തിന്റെ സ്വഭാവത്തിലേ വരുള്ളൂ. എന്നതുകൊണ്ട് സ്ത്രീകളാരും അത് ചെയ്യില്ല എന്നൊന്നുമില്ല. പക്ഷെ നോർത്ത് കൊറിയയിലൊരു വലിയ സ്ത്രീ ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന. ഇന്ദിരാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യത്തെ പല രീതിയിൽ ഹനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ആശയ സംവാദത്തെ അവരാണ് ഇന്ത്യയിൽ ഹനിച്ചതെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലാത്ത കാര്യം, അടിയന്തരാവസ്ഥയിലൂടെ. അപ്പൊ അടിസ്ഥാനപരമായി ഇത് പുരുഷാധിപത്യം എന്നുള്ളതല്ല, അധികാരം ആരാണോ കൈയാളുന്നത് അവരാണ്. ഒരു കാലത്ത് പൗരോഹിത്യമാണ്, മത നേതാക്കളാണ് ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്. യൂറോപ്പിൽ മധ്യകാല യൂറോപ്പ് എന്ന് പറയുന്നത് പോപ്പുമാരുടെ കയ്യിലായിരുന്നു. അപ്പൊ അവരതിനെ നിയന്ത്രിച്ചു. അപ്പൊ അവരത്
അന്നത്തെ നിയന്ത്രണങ്ങൾ, എല്ലാ കാര്യത്തിലുള്ള ആവിഷ്കാരത്തിന്റെ നിയന്ത്രണങ്ങളും അവരുടെ കയ്യിലായി. ഇന്ത്യയിൽ ഇപ്പോൾ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് പോലും, ഇപ്പൊ നെഹ്റുവിന്റെ കാര്യം പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് ലീഡേഴ്സിന് പോലും അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്താനുള്ള ഒരു സ്വാധീനം ജനങ്ങളിൽ നിന്ന് ഉണ്ടാവുകയാണ്. ഡിക്റ്റേറ്റേഴ്സ് സ്വാഭാവികമായിട്ടും അവർക്ക് സ്വയം തീരുമാനിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നിരോധിക്കുന്നു. അപ്പം ഇതിനകത്ത് പുരുഷാധിപത്യമോ അല്ലെങ്കിൽ സ്ത്രീയാധിപത്യമോ എന്നുള്ളതല്ല, ആധിപത്യം ഉറപ്പിക്കാൻ ആർക്കാണോ താല്പര്യം, ആർക്കാണോ അതിനുള്ള താല്പര്യം, അവരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ കാര്യങ്ങളിലും വളരെ അപൂർവം ചില രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പുരുഷാധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മതത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം പുരുഷാധിപത്യം നിലനിൽക്കുന്ന മേഖല മതമാണ്. എല്ലാ മതങ്ങളുടെ കാര്യമായാലും അതിൽ ക്രിസ്തു മതമെന്നോ ഇസ്ലാം മതമെന്നോ ബുദ്ധമതമെന്നോ ഹിന്ദു മതമെന്നോ ജൈന മതമെന്നോ സിഖ് മതമെന്നോ ഇല്ല. മതത്തിന്റെ സ്വാധീനം, മതത്തിന്റെ അധികാരം എപ്പോഴും പുരുഷാധിപത്യത്തിലാണ്. ജനാധിപത്യത്തിൽ മാത്രമാണ് ചെറിയ മാറ്റം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജനാധിപത്യത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവൂ എന്ന് പറഞ്ഞത്. താങ്ക് യു സർ, താങ്ക് യു. ഹലോ സർ. പറയൂ. ഞാൻ ഹേന ടീച്ചറാണ്, കുന്നത്തെ ടീച്ചറാ. ആയിക്കോട്ടെ. സാർ, നമ്മള് കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തടസ്സമില്ലാത്ത അവസ്ഥയിൽ പോകുമ്പോഴാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ കലാകാരന്മാരായാലും എഴുത്തുകാരായാലും അവരൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഭരണകൂടങ്ങൾ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശ്രമങ്ങളായാലും നടന്നുകൊണ്ട് പോയാലും, പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വീണ്ടും ഈ പറയുന്നത് പോലെ സിനിമകളിലൂടെ ആണെങ്കിലും എഴുത്തിലൂടെ ആണെന്നുണ്ടെങ്കിലും കലാകാരന്മാർ അത് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സാറ് ഈ സംവദിക്കുന്ന വേദികളിൽ പോലും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് തന്നെ. ഇപ്പൊ നാളെ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്നുള്ളൊരവസ്ഥ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നാളെ എന്താകും, അല്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ നാളെ ഏതിലേക്ക് കടക്കുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സംവദിക്കുകയും അല്ല ഇങ്ങനെയൊക്കെ സംസാരങ്ങൾ ഉണ്ടാകുകയും ഇങ്ങനെയൊക്കെ എഴുത്തുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു രക്ഷ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു മേൽഗതി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞേക്കൊള്ളായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ശബ്ദം എന്തോ പ്രശ്നം. ചരിത്രത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇവിടം വരെ എത്തി. ഇപ്പം എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളും എല്ലാ തരത്തിലുള്ള മത സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് മനുഷ്യന്റെ ഈ ആശയങ്ങളുടെ മുന്നോട്ട് പോക്കുകൊണ്ടാണ്. മതങ്ങൾ എങ്ങനെയുണ്ടായത്? മതങ്ങൾ ആശയത്തിൽ നിന്നുണ്ടായത്. മതങ്ങൾ ആശയങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അവരുടെ ആശയങ്ങൾ മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്നുള്ള ശാഠ്യം പിടിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ അവരെതിർക്കുന്നത്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ സംവിധാനങ്ങളും. ഇപ്പോ ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് ലോകത്തെ മിക്കവാറും രാജ്യങ്ങളിൽ നിന്ന് എത്തിയത് എന്തുകൊണ്ടാ? ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ ലോകത്തിലെ മനുഷ്യർക്കെല്ലാം ജനാധിപത്യ സംവിധാനങ്ങളാണ് മെച്ചപ്പെട്ടത്. അതിലൂടെയാണ് കുറെ കൂടി സ്വതന്ത്രവും കുറെ കൂടി വികസിതവുമായ പുരോഗമനമായ ജീവിതം സാധ്യമാവുക എന്ന് പറയുന്ന തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ്. ഈ തിരിച്ചറിവിന് സാധിച്ചത് ഈ ആവിഷ്കാരങ്ങളുടെ പ്രചാരമാണ്. അപ്പൊ അതിന്റെ വികാസം തന്നെയാണ് മനുഷ്യന്റെ പുരോഗതി. പക്ഷെ നിർഭാഗ്യവശാൽ ഇതിങ്ങനെ സംഭവിക്കുമ്പോഴും തിരിച്ചുള്ള ദുഷ്പ്രവണതകള് അല്ലെങ്കിൽ പുരോഗമനത്തിന് വിരുദ്ധമായ പ്രവണതകൾ ലോകത്ത് പലയിടത്തും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അതിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള സമരത്തിൽ, ഈ സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ആശയ പോരാട്ടത്തിൽ പങ്കാളികളാവുക എന്നുള്ളതാണ്. അത് കഴിയുന്നത് ഇത്തരം ചെറിയ വേദികൾ, ഇപ്പൊ നിങ്ങൾ ഇന്ത്യയുടെ ഒരു സാഹചര്യം പറഞ്ഞു, ഇത്തരം വേദികൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സാംസ്കാരികമായ ഇടപെടലുകളിലൂടെ മാത്രമേ എല്ലാ തരത്തിലുള്ള ദുഷ്പ്രവണതകളെയും അല്ലെങ്കിൽ അടിച്ചമർത്തൽ പ്രവണതകളെയും നമുക്ക് തടയാൻ കഴിയുള്ളൂ. എത്രത്തോളം എന്നുള്ളത് അത് സാധ്യമാവുന്നിടത്തോളം എന്ന് മാത്രമേ പറയുള്ളൂ. ലോകത്ത് പലതരത്തിലുള്ള വിമോചന പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുള്ളത് അവർക്ക് എതിർപ്പുകളെ നേരിട്ടുകൊണ്ടും അതിജീവിച്ചുകൊണ്ടുമാണ്. ലോകത്തെ വിദ്യാർത്ഥി സമരങ്ങൾ മുഴുവൻ അങ്ങനെയല്ലേ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് ആദിപ്പെടേണ്ടതില്ല. പക്ഷേ കരുതലോടെ, ജാഗ്രതയോടെ ഇതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഓരോ ആളുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എഴുത്തുകാരന്റെ അല്ലെങ്കിൽ കലാകാരന്റെ അല്ലെങ്കിൽ അത് പറയുന്ന ആളിന്റെ ആവശ്യമല്ല. അതിലുപരിയായിട്ട്
ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്, ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. അപ്പൊ വ്യക്തിയുടെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അതിനെ കണക്കാക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. നമുക്ക് ഇപ്പൊ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, നമ്മളെ കഴിഞ്ഞ ഒരു 15 കൊല്ലം മുമ്പേ നമ്മുടെ മുന്നിൽ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ നീതിപീഠത്തിന്റെ കയ്യിലുള്ള നിയമജ്ഞരോ അല്ലെങ്കിൽ അഡ്വക്കേറ്റുമാരോ ഒക്കെ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഗ്രന്ഥമായിട്ടാണ്. ഇന്നിപ്പോ അതല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അത് വെല്ലുവിളി നേരിടുമ്പോൾ ഓരോ പൗരനും അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മൾ എത്തിയില്ലേ. അപ്പൊ ഇതുപോലത്തുള്ള ആശയപ്രചാരണം നടന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് മോചിതമാവാനുള്ള ഏക വഴി. അതുകൊണ്ടാണ് ഫ്രഞ്ച് മാസികയിൽ അക്രമം ഉണ്ടായപ്പോഴും അവർ വീണ്ടും അത് തുടരുകയും ആ കാർട്ടൂൺ വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് സൽമാൻ റുഷ്ദിയെ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സാധാരണ വ്യക്തിയാണ് സൽമാൻ റുഷ്ദി. യൂറോപ്പിലെ ഇംഗ്ലണ്ടിലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ പ്രധാനിയൊന്നുമല്ല, ഒരു എഴുത്തുകാരൻ എന്നേ ഉള്ളൂ. അതിലുപരിയായിട്ട് ഒരു രാഷ്ട്രം ഏറ്റെടുക്കുകയാണ്, ഒരു ലോകം തന്നെ ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ സംരക്ഷണം. അദ്ദേഹം സംരക്ഷിക്കപ്പെടുക, അതിന് കോടാനുകോടി രൂപകൾ ചെലവാക്കിക്കൊണ്ടാണ്, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഏറ്റെടുത്തത്. അപ്പൊ അത് ഇപ്പം 2022 അദ്ദേഹം ആക്രമിക്കപ്പെട്ടപ്പോഴും ആദ്യം അമേരിക്കൻ പ്രസിഡന്റും ഫ്രഞ്ച് പ്രസിഡന്റും അതിനെ അപ്പം തന്നെ അപലപിക്കുകയും അവരെല്ലാം അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ റുഷ്ദി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്റെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ നിന്ന് ഇതിനെതിരെ ഒന്നും കേട്ടില്ല എന്ന് അദ്ദേഹം സങ്കടത്തോടെ എഴുതുന്നുണ്ട്. അപ്പൊ ഈ പ്രക്രിയ ഒക്കെ തുടർച്ചയുണ്ടാവുക, അത് സമൂഹത്തിന്റെ ഒരു പുതിയ സമൂഹത്തിന്റെ, പുരോഗമന സമൂഹത്തിന്റെ വെല്ലുവിളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പോരാടുക എന്നുള്ളതാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ ഒരു സംവാദം എന്നുകൂടി ഞാൻ കരുതുകയാണ്. താങ്ക് യു സാർ. സാർ, എൻ്റെ പേര് പ്രവീൺ പി എസ് എന്നാണ്. ഞാൻ KUCT കുന്നത്ത് തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. സാർ, ഞാനൊരു ലേഖനം വായിച്ചിട്ടുണ്ട്, MN വിജയന്റെ സ്വർണ്ണ മത്സ്യങ്ങൾ എന്നാണ് എനിക്ക് പേര് തോന്നുന്നു, കൃത്യമായിട്ട് പേരറിയത്തില്ല. അപ്പൊ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എഴുത്തുകാരൻ അവാർഡുകൾക്കും പുരസ്കാരങ്ങൾക്കും പുറകെ പോകുമ്പോൾ അവരുടെ കൃത്യമായ നിലപാട് വരുന്നില്ല, അവാർഡുകൾക്കും പുരസ്കാരങ്ങൾക്കും വേണ്ടി എഴുതേണ്ട ഒരു രീതി വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് എത്രത്തോളം പ്രസക്തിയുണ്ട്? സാറിന്റെ അഭിപ്രായം അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പ്രവീൺ, ഇത് അടിസ്ഥാനപരമായി വ്യക്തിനിഷ്ഠമാണ്. എഴുത്തുകാരൻ എന്ന് പറയുന്ന മൊത്തത്തിൽ എഴുത്തുകാരെല്ലാം അങ്ങനെയാണെന്ന് MN വിജയൻ മാഷ് പറഞ്ഞാൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ മലയാളത്തിലെ എഴുത്തുകാരെ തന്നെ പറയാം. നിങ്ങൾക്ക് എനിക്കറിയില്ല നിങ്ങൾ ആനന്ദിനെ വായിച്ചിട്ടുണ്ടോ? ആനന്ദ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഏതെങ്കിലും തരത്തിലുള്ള അവാർഡിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ വഴങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴങ്ങില്ല. അദ്ദേഹം അധികാരത്തെ ഏറ്റവും നിശിതമായ ഭാഷയിൽ ചോദ്യം ചെയ്ത ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളായാലും അദ്ദേഹത്തിന്റെ സാഹിത്യകൃതിയായാലും അതിലൊക്കെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അധികാരം എങ്ങനെയാണ് സമൂഹത്തെ മോശമാക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അധികാരം പൗരനെ എങ്ങനെ നിസ്സഹായനാക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം. അതിനൊരിക്കലും മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ ആശയം ഏതെങ്കിലും രീതിയിൽ പ്രലോഭനങ്ങൾ, അവാർഡുകൾ, അംഗീകാരങ്ങളിലൂടെ മാത്രമാണ് വ്യക്തി നശിച്ചു പോകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. വളരെ വ്യക്തിനിഷ്ഠമായിട്ട് ചില വ്യക്തികളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി ഏതെങ്കിലും രീതിയിൽ വിധേയരാവുകയും അധികാരികളോട് പ്രീണനത്തിന് ബലമായിപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടത് ജനറലൈസ് ചെയ്യാവുകയും ചോദിച്ചു കഴിഞ്ഞാൽ പാടില്ലാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേ കാര്യം തന്നെ നമുക്ക് ഇന്ത്യയിലെ മലയാളത്തിലെ എല്ലാ പ്രമുഖ എഴുത്തുകാരെ കുറിച്ച് നമുക്കിത് പറയാം. അരുന്ധതി റോയ് ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനങ്ങൾക്കോ അവാർഡുകൾക്കോ വഴങ്ങുമോ എന്ന് കരുതുന്നുണ്ടോ? OV വിജയൻ വഴങ്ങുമായിരുന്നോ? എന്തിനേറെ MT വാസുദേവൻ നായർ വഴങ്ങുമായിരുന്നു. അപ്പൊ അടിസ്ഥാനപരമായി എഴുത്തിനെയും സാംസ്കാരികമായ പ്രവർത്തനത്തെയും വലിയ ബൗദ്ധികമായ ഒരു പ്രവൃത്തിയാണെന്ന് ധരിച്ചു മുന്നേറുന്ന സർഗാത്മക എഴുത്തുകാർക്ക്, പ്രതിബദ്ധതയുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രലോഭനവും വഴങ്ങില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് പൊതുവായിട്ട് സാമാന്യവൽക്കരിച്ച് പറയുന്നത് തെറ്റാണ്. എഴുത്തുകാരാകുന്ന എല്ലാവരും ശ്രമിക്കേണ്ട ഒരു കാര്യം, എഴുത്തുകാരെന്ന് പറയുന്നത് സമൂഹത്തിന്റെ വിമർശകരായിരിക്കണം. അവർ അംഗീകാരം നേടിക്കൂടാന്നൊന്നുമില്ല. അംഗീകാരം അതിന്റെ വഴിക്ക് പോവും, എഴുത്തിന്റെ വഴിക്ക് പോവും. നിലപാടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നിലപാടുകൾ സമൂഹത്തെ മനസ്സിലാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ മനുഷ്യവംശത്തെയും അതിന്റെ സമഗ്രതയിൽ ഉൾക്കൊണ്ടതിന് ശേഷം നിലപാടെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള എഴുത്തുകാർ ധാരാളം ഉണ്ട്. റുഷ്ദി അങ്ങനെയുള്ള എഴുത്തുകാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അരുന്ധതി റോയ് ആണ്, ആനന്ദാണ്. ഓക്കെ സാർ, വളരെയധികം നന്ദി. സാർ, എൻ്റെ പേര് ജെറ്റ്ലി എന്നാണ്. ഞാൻ KUCTയിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ആധുനിക കാലഘട്ടത്തിൽ, അതായത് ഈ ടെക്നോളജിയുടെ അതിപ്രസരമുള്ള കാലത്ത് നമ്മുടെ ഭാവന വളരുകയാണോ അതോ കുറയുകയാണോ? അതിൽ സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആക്ച്വലി ഭാവന കുറയുകയാണോ കൂടുകയാണോ എന്നുള്ള ചോദ്യം, ഭാവന കൂടുകയായതുകൊണ്ടാണല്ലോ സാങ്കേതിക വിദ്യയും അല്ലെ ടെക്നോളജി വർദ്ധിക്കുന്നത്. ഈ നമ്മൾ ശാസ്ത്രം വികസിക്കുന്നതിന്റെ പുറകിൽ ഒരു ഭാവനയുണ്ട്.
എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയമായി ഇപ്പം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സൂം മീറ്റിംഗ്, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്, ഇതൊക്കെ വികസിച്ചിട്ടുള്ളത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടുകൾ, ഇതിന്റെയൊക്കെ പുറകിൽ വലിയ ഭാവന തന്നെ ഉണ്ട്. മനുഷ്യന്റെ ചിന്ത, മനുഷ്യന്റെ ആവശ്യങ്ങളെ കാണാനുള്ള ഇമാജിനേഷൻ, ആ ഇമാജിനേഷനിലൂടെയാണ് ഇതിനൊക്കെ ഒരു രൂപം വരുന്നത്, ഇതിനൊക്കെ ഒരു ഉപകരണമായിട്ട് മാറുകയും ചെയ്തത്. അപ്പൊ അടിസ്ഥാനപരമായി ഭാവന വലിയ ശക്തമായ രീതിയിൽ പുതിയ തലമുറയിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അത് ഏതൊക്കെ രീതിയിലുള്ള സർഗാത്മകതയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനും അത് സർഗാത്മകത എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നു അല്ലെങ്കിൽ അങ്ങനെ കുറഞ്ഞു പോകുന്നു പറയുന്ന ഒരു കണക്കൊന്നും നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. പിന്നെ മനുഷ്യന്റെ ദുരന്തങ്ങൾ, അവന്റെ ആദികള്, വ്യാകുലതകള്, അതൊക്കെയാണ് സാഹിത്യത്തെ കൂടുതൽ പ്രചോദിപ്പിക്കുക. ആ രീതിയിലുള്ളത് ഇപ്പം നമുക്കറിയാം, ഓഷ്വിറ്റ്സ് അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധം, 20ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ദുരന്തങ്ങൾ, ഇതൊക്കെ ഒരുപാട് മികച്ച സാഹിത്യകൃതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നതുകൊണ്ട് ദുരന്തങ്ങളിൽ നിന്ന് മാത്രമേ സാഹിത്യകൃതികൾ ഉണ്ടാവൂ എന്ന് പറയാനും കഴിയില്ല. അപ്പൊ സാഹിത്യത്തിന്റെ ഭാവന അതിന്റെ വഴിക്ക് നിൽക്കും, അത് തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാങ്കേതിക വിദ്യയുടെ വലയത്തിലായിപ്പെട്ട മനുഷ്യര്, അവന്റെ ഇപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മുടെ ഏകാഗ്രത, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കാര്യങ്ങളിലുള്ള തീവ്രത, അതിന് ഒരു പ്രത്യേകമായ ഒരു കഴിവിന്റെ പുറകെ പോകാനുള്ള പ്രവണത, അതൊക്കെ ചെറിയ രീതിയിൽ അലട്ടലുണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അതിന്റെ അടിമയായി, സാങ്കേതിക വിദ്യയുടെ അടിമയായ ഒരു സമൂഹം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന രീതിയിൽ അവന്റെ പല കഴിവുകളും, സർഗാത്മകത ഉൾപ്പെടെയുള്ള കഴിവുകളെ, ഭാവനയിൽ പലതും കാണാനുള്ള കഴിവുകളൊക്കെ ചെറിയ രീതിയിലെങ്കിലും അതിന് ശോഷണം സംഭവിച്ചേക്കാം എന്നുള്ള ആദ്യം എനിക്കുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് മനുഷ്യവംശത്തിനുണ്ട്. അത് തുറന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ സാഹിത്യവും പുതിയ പുതിയ സർഗാത്മകതയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനേക്കാൾ മെച്ചപ്പെട്ടതിനെയും വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ശുഭാപ്ത വിശ്വാസിയാണ് ഞാൻ. താങ്ക് യു സാർ. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനോ ഉണ്ടോ? ഇനി ആരും ഇല്ലെന്ന് കരുതുന്നു. അടുത്തതായി മീറ്റിംഗിന് നന്ദി അറിയിക്കാനായി അനൂപ് ബാബുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ശ്രീ NE സുധീർ സാർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ S രശ്മി ടീച്ചർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ഇന്ന് നമുക്ക് ഏറ്റവും വളരെ മികച്ച ഒരു സെക്ഷൻ തന്നെയാണ് കിട്ടിയത്. ഭാവനയുടെ ഭ്രമണപഥങ്ങൾക്ക് അതിരുണ്ടോ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് NE സുധീർ സാറ് നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. ക്ലാസ് നല്ലൊരു ചർച്ച പോലെ തന്നെയായിരുന്നു. നമ്മൾ കുറെ പേര് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. സാറ് മനുഷ്യന്റെ വളർച്ചയിലെ 2 പ്രധാന ഘടകങ്ങളാണ് ഭാവനയും ഭാഷയും എന്ന് എടുത്തു പറഞ്ഞു തന്നു. പിന്നെ അദ്ദേഹം തുടങ്ങിയത് താരാശങ്കർ ഗംഗോപാധ്യ എന്ന് പറയുന്ന ബംഗാളിലെ പ്രശസ്ത നോവലിസ്റ്റിന്റെ ആരോഗ്യ നികേതനം എന്ന് പറയുന്ന നോവലിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ക്ലാസ് ആരംഭിച്ചത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒപ്പം മസ്തിഷ്കത്തിന് അറിവ് വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നൊരു ചിന്ത വന്നപ്പോഴാണ് എഴുത്ത്, ഭാവന എന്നീ കാര്യങ്ങൾ ഉടലെടുത്തതെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. കൂടാതെ എഴുത്തുകൾക്കും ഭാവനകൾക്കും അതിരുകൾ വീണ ഒരുപാട് എഴുത്തുകാരെ പറ്റി അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അതിൽ കുറച്ചു പേരാണ് ഋഷിജി, അലി വേവി, തസ്ലിമ എന്ന് പറയുന്ന ഒരുപാട് എഴുത്തുകാരെ പറ്റി അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങൾ നേരിട്ട അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുപാട് എഴുത്തുകാരെ പറ്റി അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ ഭാവനയ്ക്ക് അതിര് കൽപ്പിക്കാൻ പാടില്ല. അതൊരു ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നമുക്ക് ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ബുക്ക് എഴുതണമെങ്കിൽ പോലും ഒരുപാട് തിരുത്തലുകൾ വരുത്തേണ്ട കാലമാണ്. ഒരു വാക്ക് എഴുതണമെങ്കിൽ ഒരു എഴുത്തുകാരൻ ഒരുപാട് തവണ ചിന്തിക്കണം, അത് എഴുതിയാൽ കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു പാർട്ടിക്കെതിരെ പ്രതിഷേധിക്കണമെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭാവനയെ പറ്റിയും ഒരുപാട് വളരെ നല്ലൊരു ക്ലാസ് എടുത്തു തന്ന ശ്രീ NE സുധീർ സാറിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ S രശ്മി ടീച്ചറിനാണ്. നമ്മുടെ കോളേജിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം നമുക്ക് ഒരുപാട് ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മുടെ ഭാവനയ്ക്ക് ഒരുപാട്
ഇത് നമുക്ക് രശ്മി ടീച്ചർ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ടീച്ചറിനും ഒരുപാട് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ അധ്യാപകർക്കും നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും നന്ദി അർപ്പിക്കുന്നു. ഒപ്പം മറ്റു കോളേജുകളിൽ നിന്നും കയറിയിട്ടുള്ള അധ്യാപകർക്ക് നന്ദി അർപ്പിക്കുന്നു. പിന്നീട് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഈ ചർച്ചയെ ഏറ്റവും മനോഹരമാക്കിയ നിങ്ങളുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിത്തത്തിനും നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അനുവിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള പ്രോഗ്രാമിനും നിങ്ങൾ ഏവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി എല്ലാവർക്കും മീറ്റിംഗിൽ നിന്ന് ലെഫ്റ്റ് ആവും.